അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ,
സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഇത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഹെബ്രായർ 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത്. ഇത്തിരി കൂടിയ വിഷയമാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയത്തില്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ബൈബിളില് ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം എന്നല്ലേ. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ഈ ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ന്യായസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ വെറുത്തുപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ പുരുഷൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രകടിപ്പിക്കാതെ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മൾ വിശ്വാസത്തിൽ വളരണം. വളരണം എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാധിച്ചെടുക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമവാസനകളെ ലോകത്തെ ജയിക്കണം. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യുദാസിൻ്റെ മേൽ വിജയം കൈവരിക്കേണ്ടത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം. ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ്. ദൈവപിതാവിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി ജെയിൻ. ഞാൻ 2019 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ
ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇത് എൻ്റെ 16ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഈ നാളെത്രയും എനിക്ക് ഈ ഉടമ്പടികളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. വെഞ്ചിരിച്ച ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ലഭിച്ച അനുഗ്രഹമാണ് ഞാൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളുടെ വീട് റോഡരികിലാണ്. കാണ പോകുന്നതിന് കുറച്ച് താഴെയാണ് ഞങ്ങളുടെ റോഡ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ പിടിച്ചു കഴിയുമ്പോൾ കാണയിൽ വെള്ളം നിറയുകയും ഞങ്ങളുടെ റോട്ടിലേക്ക് ഇത് വലിയ പ്രവാഹമായിട്ട് ഒഴുകി വരികയും ഈ മലിനജലം ഞങ്ങളൊരു 10 വീട്ടുകാരുണ്ട് അവിടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇത് കയറി ഭയങ്കരം അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഞങ്ങൾ ആലുവയിൽ പറവൂർക്കവലയിലാണെങ്കിലും ഈ പ്രശ്നം ഞങ്ങളെ വലുതായി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ വീട് വാങ്ങി താമസിക്കുന്നത് 1992 മുതൽ താമസിക്കുന്നതാണ്. ഈ നാളത്രയും കഴിഞ്ഞ വർഷം ഭയങ്കരമായ വെള്ളം, ഒരുപാട് മഴ തോരാതെ പെയ്തുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. വെള്ളം എല്ലായിടത്തും കയറി. അത് ഈ മലിനജലമാണ് കയറുന്നത്. അതിന് ഒരു പരിഹാരമില്ലാതെ വിഷമിച്ച് ഏറ്റവും അവസാനം ഞങ്ങൾ കളക്ടറുടെ പ്രത്യേക അനുവാദം വാങ്ങി കാണയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു വഴിയുണ്ട്. അത് തുറന്ന് നോക്കാൻ ഓർഡർ ഇട്ട് അവിടെ ചെന്ന് തുറന്ന് കഴിഞ്ഞപ്പോൾ ഈ കേബിളുകൾ, ഫോണിൻ്റെ കേബിളുകളെല്ലാം പോയിട്ട് അതിലൂടെ ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് അവർ പോയി തുറന്നു. അവിടെയും അത് തന്നെ സ്ഥിതി. അവർ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ തുറന്നതെല്ലാം മൂടാൻ തുടങ്ങിയാണ്. അപ്പം ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ അതെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അവരത് മൂടിക്കഴിഞ്ഞ് പോയാൽ എന്തു ചെയ്യും? ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൂടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്, അവരുടെ മുന്നിൽ ഞാൻ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് അതിലിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ ഇവരിത് അടക്കുകയാണ്, പക്ഷേ അമ്മ എന്തെങ്കിലും ഒരു വഴി തന്നിട്ട് ഈ മലിനജലം ഞങ്ങളുടെ വീടുകളിലേക്ക് ഇനി കയറാൻ പാടില്ലെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് പോന്നു. പിറ്റേ ദിവസം ആണ് ഞങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. കാണയിലൂടെയല്ല ഈ വെള്ളം റോട്ടിലേക്ക് ഇറങ്ങണത്, മെയിൻ റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത്. ഇത്ര നാൾ ഞങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വേഗം അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹമ്പ് ഉണ്ടാക്കി. ഇപ്പോൾ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ റോട്ടിലേക്ക് ഇറങ്ങില്ല. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അത് വലിയ കാര്യമായിട്ടെടുക്കുകയും ഞങ്ങളുടെ ആ വഴിയിൽ ഒരു 3 മഴക്കുഴികൾ ഉണ്ടാക്കി തന്ന് ആ പ്രശ്നം ഒരു വലിയ പരിഹാരം കിട്ടി. ഞങ്ങൾക്ക് അനുഗ്രഹമായി. എൻ്റെ കൂടെയുള്ളവർക്കും വിശ്വാസമായി. ഉടമ്പടി ഉപ്പ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിടുമ്പോൾ അവിടെ അമ്മ തന്നെയാണ് സന്നിഹിതയാവുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ, അച്ഛൻ ഉടമ്പടി ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള ജ്ഞാനം അമ്മയ്ക്കാണുള്ളത്. അമ്മ അത് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഈ അടുത്ത് തന്നെ ഉണ്ടായത്, ഞങ്ങളുടെ കാറ് ലോണിലാണ് 2016 വാങ്ങിയത്. ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് വേണം എന്നറിയാൻ പാടില്ലായിരുന്നു. ഞാനത് വാങ്ങിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, ജോലി ചെയ്തിരുന്നത് പുറത്തായിരുന്നത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വാങ്ങിയില്ല. ഇപ്പോഴത് ടെസ്റ്റിൻ്റെ സമയമായപ്പോഴാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 വർഷമായി ആ ബാങ്ക് അവിടെ നിന്ന് മാറി. ആ മാനേജർ പറഞ്ഞു എനിക്കിത് തരാൻ പറ്റില്ല, ഇനി ഇതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഇതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കാം, അവർ പറയണത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇത്രയും നാളായിട്ട് വാങ്ങിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഗൗരവ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി ഉപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോണ വഴിയിൽ ആ സ്റ്റെയർ കേസിൻ്റെ സൈഡുകളിലൊക്കെ ഇട്ട് മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നെ നോക്കണമില്ല, ഒന്നുമില്ല. കുറേ 1 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് എനിക്ക് പറ്റൂല എന്ന്. അപ്പോഴാണ് എന്നോട് പറയണത്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി ഉപ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ മാനേജറെ വിളിച്ചു, സാറേ എൻ്റെ ആപ്ലിക്കേഷൻ അയച്ചോ എന്നറിയാൻ. അപ്പോൾ ആ സാർ എന്നോട് വളരെ
സൗമ്യമായി പറയണം, ഞാൻ തന്നെ അത് എഴുതിത്തരാം, നിങ്ങൾ ആ ബാങ്കിൻ്റെ പാസ്ബുക്ക് ക്ലോസ് ചെയ്തതൊന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ അന്ന് തന്നെ ആ സാർ അത് എനിക്ക് ഒപ്പിട്ട് തരികയും ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തു. അത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ പറഞ്ഞില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ എവിടെ ഇട്ടാലും ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് മാതാവ് നമ്മൾക്കതിന് അനുഭവം തരും. രണ്ടാമത്തെ തെളിവ് ആണത്. അതുപോലെ ഉടമ്പടി തൈലം എൻ്റെ ഈ വലത് പിരികത്തിൻ്റെ മുകളിലൊരു വെളുത്ത പാട് രണ്ട് ചുറ്റിനും വരാൻ തുടങ്ങി. അപ്പം ഞാൻ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ട് പറഞ്ഞു, ഇത് പാണ്ടല്ല, അങ്ങനെയാണ് പറഞ്ഞ അയാൾ. അങ്ങനെ പറഞ്ഞു. ഞാനതിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഓയിൽമെൻറ്റ് പുരട്ടി തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാട് വളരെ വൈറ്റാകാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഉള്ളതിലും ആൾക്കാർക്ക് കാണുന്ന വിധമായി. അപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം അല്ലേ ഇരിക്കുന്നത്. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പുരികത്ത് മുകളിൽ ചുറ്റും പുരട്ടാൻ തുടങ്ങി. 10 ദിവസം പുരട്ടിയപ്പോൾ തന്നെ അത് മങ്ങി തുടങ്ങി. ഇപ്പോൾ യാതൊരു കളർ വ്യത്യാസവുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു കളർ വ്യത്യാസമില്ലാതെ എൻ്റെ ആ ഒരു പ്രശ്നം അമ്മ വഴി പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ട്, ഈ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത്, പുറപ്പാട് 17:1 അബ്രഹാത്തെ ദൈവം വിളിക്കുന്നുണ്ട്, എൻ്റെ മുൻപിലായിരിക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്ന്. ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ 2019 എനിക്കും അത് തന്നെയല്ലേ സംഭവിച്ചതെന്ന് ചിന്തിക്കാറുണ്ട്. 55 വയസ്സായപ്പോൾ എന്നെ ഒരു ചേച്ചി കൃപാസനം പത്രം വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് എന്നെ വിളിച്ചു. അത് വിളിച്ചത് ഇതിനാണ്, എൻ്റെ മുൻപിലായിരിക്കാനും കുറ്റമറ്റവനായിരിക്കാനുമാണ്. അതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് വഴിതെറ്റി നടന്നിരുന്ന ഞാൻ ഇന്ന് ഈശോയുടെ മുൻപിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ എൻ്റെ 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ കുമ്പസാരം എല്ലാം കൃത്യമായി നടത്തും. എല്ലാ ദിവസവും ഞാൻ കുർബാന അർപ്പിക്കും. കൂടെയല്ല ചെയ്യണം, അർപ്പിക്കുകയാണ്. ഇപ്പോൾ അനുഭവമാണ് എനിക്ക് പരിശുദ്ധ കുർബാന. അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അച്ഛൻ്റെ ഒപ്പം അനുഗ്രഹ പ്രാർത്ഥന കൂടണം. കാരണം അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ പല പ്രതിസന്ധികളിലും ആയിരിക്കും ചില ദിവസം, അന്ന് അച്ഛൻ അതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പല പ്രാവശ്യം അത് അനുഭവിച്ചു. മകൻ്റെ വർക്ക് പെർമിറ്റ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അതിൻ്റെ മെയിൽ ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജോലി കയറാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് തലേ ദിവസം അച്ഛനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറയണ്, ഇട്ടന്ന് തന്നെ മുളയെടുക്കുമെന്ന് വചനം. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഇന്ന് തന്നെ അത് കിട്ടും. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം അവന് മെയിൽ ലഭിച്ചു. അങ്ങനെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് കൂടിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ് നമ്മൾ, പക്ഷേ നമ്മൾക്ക് ധൈര്യവും സഹായവും നൽകുന്ന ഒരു ശുശ്രൂഷയാണത്. ഒരു പുറപ്പാട് അനുഭവമല്ലേ സഹോദരങ്ങളെ ഇത്? നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തിലേക്ക് പോയിരുന്ന ദൈവജനം, അതുപോലെ തന്നെയല്ലേ ഈ ഉടമ്പടി അമ്മ ബഹുമാനപ്പെട്ട ജോസഫച്ചന് കൊടുത്തത്. ഈ ഉടമ്പടിയിലൂടെ സഞ്ചരിക്കുന്നത്, അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന കാനാൻ ദേശം സ്വർഗമാണ്. സ്വർഗത്തിൽ പോകാൻ പറ്റും, സ്വർഗത്തിൽ പോകണം എന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ടാണ്. സ്വർഗം എന്തോ അപ്രാപ്യമായൊരു വസ്തുവായിരുന്നു അതിനു മുൻപ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ സ്വർഗത്തിൽ പോകാൻ എനിക്കും പറ്റും. ആ ഒരു രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറ്റാൻ ഈ ഉടമ്പടിക്ക് സാധിച്ചു. ഞാൻ പണ്ട് ഭയങ്കര ഭയവും നിരാശയും ഒക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്ക് ഭയമേ ഇല്ല എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലല്ലോ. 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയമില്ല, പ്രത്യാശയുണ്ട്. ആരും എൻ്റെ കൂടെ നടന്ന് എന്നെ സഹായിക്കുന്നു, പിടിച്ചു നടത്തുന്ന അനുഭവമാണ് ഉടമ്പടിയിൽ എനിക്ക് ഈ നാളത്രയും അനുഭവിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഇത്രയും നാൾ ഉടമ്പടിയിൽ ജീവിച്ചു. ഇനിയും എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ എല്ലാ വഴികളിലും
റോഡുകളിലൂടെ പല ദിക്കുകളിലേക്കും പോയി. ഓരോ പ്രാവശ്യം പോയ ദിക്കിൽ പിന്നെ പോവില്ല. പോയി ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കും. ചിലർ വളരെ നല്ല അനുഭവത്തോടെ അത് വാങ്ങിക്കും, ചിലർ നമ്മളെ കളിയാക്കും. ഒരു മകൻ ഒരു പ്രാവശ്യം പറയും, ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ മകൻ പറഞ്ഞ്, കൃപാസനം എനിക്കറിയാം, കൃപാസനത്തിൽ മാതാവ് ഉണ്ടായിരുന്നില്ലെന്ന്. അത് പഴയ നിയമത്തിലെ കൃപാസനം അയാളപ്പോൾ വായിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ്, ശരിയാണ് ചേട്ടാ, പക്ഷേ കലവൂര ആലപ്പുഴയിലെ കൃപാസനത്തിൽ അമ്മയുണ്ട്, ചേട്ടൻ പോയി നോക്കിയാൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. അതുപോലെ ഒരു പ്രാവശ്യം ഒരു ചെറിയ യുവാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ചേച്ചി എനിക്കൊരു 6 പേപ്പർ തന്നെ, കാരണം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ 6 പേപ്പർ അവർക്ക് കൊടുത്തു. അതുപോലെ നല്ല അനുഭവവും ചീത്ത അനുഭവവും കളിയാക്കലും പലതും കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. ആദ്യം ഞാൻ ഇതെങ്ങനെ കൊടുക്കുമെന്ന് ഓർത്തിരുന്ന ഞാൻ ഇന്ന് ഒരു ഉടമ്പടിയിൽ 9 കെട്ട് പേപ്പർ മിനിമമാണ്. അത് 11ഉം 20ഉം കെട്ടും വരെ കൊടുത്ത ഉടമ്പടികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ പേപ്പർ കൊടുത്തിട്ടുണ്ട്. കന്നഡയിൽ മോൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെയുള്ള പേപ്പർ കന്നഡ പള്ളികളിലും ആൾക്കാർക്കും ആശുപത്രികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതൊരു വലിയ ഹരം. ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് പേപ്പർ വാങ്ങിയാൽ ഞാൻ നാളെ തന്നെ അത് കൊടുക്കാൻ ഇറങ്ങിയാണ്. ബാക്കി കാര്യം അവിടെ കിടക്കും. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കാണ്. ഞാൻ ഈ ഉടമ്പടി പേപ്പർ തലേ ദിവസം വന്ന് പുതുക്കിയതാണ്. അപ്പം അമ്മ എന്നെ ഓർമ്മിപ്പിച്ച് ഈ മനുഷ്യനെ കൊണ്ടുപോയി ഞാൻ ഹെൽത്ത് ചെക്കപ്പ് നടത്തി വന്നപ്പോൾ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ മനുഷ്യനെ അവിടെ കിടത്തിയിട്ട് എൻ്റെ ഉടമ്പടി പത്രം കൊടുക്കാൻ പോയി. 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു റോട്ടിൽ കൂടെ നടന്നത് കൊടുത്ത് തിരിച്ചു പോകുന്നു. അതൊരു വലിയ ഹരമാണ് എനിക്ക്. ഒത്തിരി മക്കൾ അതിലൂടെ രക്ഷപ്പെടുന്നുണ്ട്, ഒത്തിരി മക്കൾ അതിലൂടെ ദൈവസ്നേഹം അറിയുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ കാരുണ്യ പ്രവർത്തനത്തിന് പോകുന്നത് ഒരു അസീസി ഭവൻ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അവിടെയുള്ള മക്കൾ മാനസികമായും ശാരീരികമായും വൈകല്യം അനുഭവിക്കുന്ന വൃദ്ധരായ ആൾക്കാരും ചെറുപ്പക്കാരും ഉണ്ട്. അവർക്ക് മാനസികമായും വൈകല്യമുണ്ട്. അവരെ ശുശ്രൂഷിക്കാൻ ഞാൻ എല്ലാ ആഴ്ചയിലും പോകും. അവരെ ഡയപ്പറൊക്കെ കെട്ടിയാണ് നമ്മൾ കിടത്തണത്. പിറ്റേ ദിവസം പോയി അവരെ കുളിപ്പിക്കും. അവരെല്ലാ വൃത്തികേടുകളായിട്ടായിരിക്കും കിടക്കണം, എന്നാലും അവരെല്ലാം കുളിപ്പിച്ച് അവരുടെ ആ ഒരു ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനുഭവം, ഇത്രയും നാൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു അനുഭൂതിയാണ്. ചില സമയത്ത് എനിക്ക് സങ്കടം വരാറുണ്ട്, ഈശോയുടെ ഒരവസ്ഥ എന്നെനിക്ക് തോന്നാറുണ്ട്. ആരും നോക്കാതെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവരാണ് അവർ. അതുപോലെ അവിടെ ഉള്ള സിസ്റ്റേഴ്സ് അവർക്ക് പണം ലഭിക്കാൻ ഒരു മാർഗമില്ലാത്തവരാണ്. വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളെപ്പോലെയുള്ള മക്കൾ ദശാംശവും നമ്മുടെ ശരീരം കൊണ്ടുള്ള അധ്വാനവും ഒക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തും സഹായിക്കാറുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ആളായി തീർന്നേക്കാണ് ഇപ്പോൾ. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ വരും, എൻ്റെ മോനുണ്ടായിരുന്നപ്പോൾ അവനും വരും. ഞങ്ങൾ കുടുംബത്തോടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പിന്നെ പഠിക്കാൻ കഴിവില്ലാത്ത 2 മക്കളെ ഞാൻ പഠനത്തിൻ്റെ ഫീസ് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. 3-4 പേർക്ക് മാസം മരുന്ന് വാങ്ങാൻ വിധവകളായവരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒറ്റ കൈ കൊണ്ടുള്ള പൈസയല്ല, ഞാൻ ആൾക്കാരോടൊക്കെ ചോദിച്ച് നല്ല മനസ്സുള്ളവരെ സഹായിക്കും. അങ്ങനെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. ഇനി എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതവും ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ പറഞ്ഞ് ക്ലാസ്സിൽ യോഹന്നാൻ 15:16 ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അത് ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കുന്നതിനും വേണ്ടിയാണെന്ന് പറഞ്ഞതോടുകൂടി എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. എൻ്റെ ജീവിത അവസാനം വരെ ഇത് ഉത്തരവാദിത്തപ്പെടുത്തിയേക്കണമെന്നുള്ള ബോധ്യം കൂടി എനിക്ക് ലഭിച്ചു. ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പിതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 138:7 കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. മേരി ജെയിൻ എന്ന ഈ സഹോദരി തൻ്റെ 7 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ
പരിശുദ്ധമ്മ എങ്ങനെ കൈപിടിച്ച് നടത്തുകയും ജീവിത പ്രതിസന്ധികളിൽ സഹായിക്കുകയും വിശ്വാസത്തെ വിശ്വസ്തതയായി പരിവർത്തനം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എങ്ങനെ കൂടുതൽ ഈശോയ്ക്കിഷ്ടമുള്ള മകളായി പരിശുദ്ധമ്മയെപ്പോലെ തീഷ്ണതയുള്ള പ്രേക്ഷിതയായി ജീവിക്കുവാൻ സാധിക്കുന്നു എന്ന് നമ്മുടെ മുമ്പിൽ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവസ്നേഹത്തെ പങ്കുവെക്കുന്നവരാകുവാൻ നമുക്ക് ഈ നാളുകളിൽ പരിശ്രമിക്കാം. സഹോദരി പറയുന്നുണ്ട്, ആകെ മാലിന്യങ്ങൾ പിരണ്ട് കിടക്കുന്ന അനാഥരായ സഹോദരങ്ങളെ ശുചീകരിച്ചെടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു പുഞ്ചിരി, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതിയായി എനിക്ക് ഈ നാളുകളിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈശോയുടെ പുഞ്ചിരി കാണുന്ന മുഖങ്ങൾ ആ സഹോദരി കണ്ടെത്തുന്നതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ ഒന്ന് പരിശോധിക്കണമേ. എത്രത്തോളം നമുക്ക് വേണ്ടി അല്ലാതെ ജീവിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കണ്ട് എളിമപ്പെടുവാൻ സാധിക്കുന്നുണ്ട്? എത്ര കണ്ട് കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളിൽ കണ്ണീരിൻ്റെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി കരുതലായി സ്വീകരിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട്? നമ്മൾ ഇപ്പോഴും നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിക്ക്, നമ്മുടെ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അതുമാത്രമാണ് നോട്ടമെങ്കിൽ നമ്മൾ ദുർഭകരായ മനുഷ്യരാണ്, ഭാഗ്യം കെട്ട മനുഷ്യരാണ്. കാരണം ദൈവം നൽകിയ വലിയൊരു ലോകത്തെ കാണുവാൻ കഴിവില്ലാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവാത്മാവിനെ നമുക്ക് പങ്കുവയ്ക്കുന്ന പ്രവൃത്തിയാണ്. ദൈവാത്മാവിൻ്റെ തീഷ്ണതയിൽ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാവുക, ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിൽ എളിയവർക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്യുവാൻ, നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ സന്മനസ്സുള്ളവരാവുക. അതാണ് ഉടമ്പടിയിലൂടെ നമ്മളെ കരുത്തരാക്കുന്നത്. അതാണ് ഉടമ്പടി കത്തുന്നതിന് നമുക്ക് വേഗത്തിൽ കാരണമാകുന്നതും. നിങ്ങൾ വലിയ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അരികിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ വലിയ തീഷ്ണതയോടുകൂടി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുക. സമയച്ചുരുക്കത്തിന് അമ്മ വലിയ പ്രയാസങ്ങൾ നിമിഷ നേരങ്ങൾക്ക് മാറ്റിത്തരുന്നത് അനുഭവിക്കുവാനാവും. അതുകൊണ്ട് ഉടമ്പടി ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മളെന്ന് ലോകത്തോട് സധൈര്യം പറയുന്ന ജീവിതക്രമമാണ്. അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിനും ഈ സഹോദരിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും യേശുവേ നന്ദി. കൃപാസന മാതാവ് തിരുക്കുമാരനിലൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഈ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ചതിന് തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിനോട് പറയാനാണ്. എനിക്ക് 13 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് ശാലു എന്നാണ്. വീട് എറണാകുളം ജില്ലയിലെ വൈപ്പിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് സംഗീത് ജോബ്. കുഞ്ഞിൻ്റെ വാവയുടെ പേര് മിഖേല മരിയ. ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. എനിക്ക് 13 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ക്യാൻസർ. 4ാമത്തെ സ്റ്റേജിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. ആ സാക്ഷ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 5 വർഷം ട്രീറ്റ്മെൻറ്റ് ഇരിക്കാതെ തന്നെയാണ് എനിക്ക് അസുഖം സ്ഥിരീകരിച്ചത്. പിന്നീട് അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് പല ഹോസ്പിറ്റലിലും ഇതിനെ ചൊല്ലി പോയിരുന്നെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്കും ഹസ്ബൻഡിനും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 35 വയസ്സ് കഴിഞ്ഞതോടെ പീരീഡ്സൊക്കെ ഇറഗുലറായി. അതുകൂടാതെ ഹസ്ബൻഡിനാണെങ്കിലും പോരായ്മകൾ വളരെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ചീട്ട് അച്ഛനെ കാണാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ചീട്ട് കിട്ടിയത് കുട്ടികളില്ലാത്തവരെ കാണുന്നതിന് വേണ്ടിയുള്ള ചീട്ടായിരുന്നു. അപ്പോൾ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്യുകയും 2 കാശ് രൂപ തരികയും പിന്നെ തൈലം പൂശാൻ വേണ്ടി തരികയും ചെയ്തു. ഞാനതനുസരിച്ച് പൂശി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ തന്നെ ഞാൻ നോർമലായിട്ട് വിശേഷമായി. അത് 3 മാസം വരെ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ട് തന്നെ പീരീഡ്സ് താളം തെറ്റി നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 മാസം കഴിഞ്ഞ് വേറൊരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് വിശേഷമുണ്ട്, 3.5 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എനിക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബലഹീനതകളുടെ അങ്ങേ അറ്റത്ത് നിൽക്കണ മകളാണ് ഞാൻ. മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ 7ാം മാസം ആയപ്പോഴേക്കും ചെറുതായിട്ട് എനിക്ക് പനി വന്ന് വിറയൽ വന്ന്
ബ്ലീഡിങ് ആവുകയും കുഞ്ഞുവാവനെ പുറത്തെടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു. ഒരാളെ കിട്ടിയില്ല, മറ്റേയാളാൽ വെന്റിലേറ്ററിലോട്ട് പോവുകയും ചെയ്തു. 9-ാം ദിവസം ഡോക്ടർ പറഞ്ഞു കുട്ടികളെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല, വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയേ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ആകെ തകർന്നു പോയ അവസ്ഥയായിരുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടി ലോക്കറ്റ് കുഞ്ഞു അവിടെ ബെഡിൽ കിടത്തിയ വെന്റിലേറ്റർ ബെഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അതുകൂടാതെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് വൈകിട്ട് കുഞ്ഞുവാവ നോർമലി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ ഓരോരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇൻഡസ്റ്റൈൻ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ്, വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു, അതോടൊപ്പം തലക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ്, അതുകൂടാതെ ലങ്സ് ഡെവലപ്പ് ആകാനുണ്ടായിരുന്നു പറഞ്ഞ്, ഇതൊക്കെ ആദ്യം പ്രശ്നം ഉണ്ടായെന്ന് പറയും, പിന്നെ പറയും കുഴപ്പമില്ല, എല്ലാം നോർമലായി. അങ്ങനത്തെ രീതിയിലോട്ട് മാതാവ് കരം പിടിച്ചെന്നുള്ള രീതിയിൽ കുഞ്ഞുവാനെ ഉയർത്തിക്കൊണ്ട് വന്നു. അതുകൂടാതെ 9-ാമത്തെ ദിവസം വെന്റിലേറ്റർ സപ്പോർട്ടിലാണെന്ന് പറഞ്ഞതിന്, വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിൻ്റെ അന്നത്തെ ദിവസം ഉച്ച സമയത്ത് മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. മാതാവ് ഞാൻ കിടക്കുകയായിരുന്നു. കിടക്കുന്ന സമയത്ത് ഉറക്കമൊക്കെ ആകെ നഷ്ടപ്പെട്ട് ആകെ ടെൻഷനിലാണ്. ആ സമയത്ത് മാതാവ് ഒരു സമുദ്രത്തിൽ നിന്ന് ആകെ ചെളിയിൽ കുളിച്ച് പൊങ്ങി വരുന്ന അവസ്ഥയിലോട്ട് മാതാവ് പൊങ്ങി വന്ന്. പിന്നീട് അങ്ങനെ അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. ഡോക്ടേഴ്സ് ഒന്ന് പറയും, പിറ്റേ ദിവസം പറയും ഒരു കുഴപ്പമില്ല, നോർമലായി. പിന്നെയും പറയും ഡോക്ടേഴ്സ് ഓരോ കോംപ്ലിക്കേഷൻ, പിറ്റേ ദിവസം പറയും അതൊക്കെ നോർമലായി. അങ്ങനെ 2 മാസത്തിന് ശേഷം 1 കിലോ 650 ഗ്രാമുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞുവാവനെ കയ്യിലേക്ക് തന്നു. പിന്നീട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കുഞ്ഞുവാവനെ മാതാവ് സംരക്ഷിച്ചുകൊണ്ട് നടന്നേച്ച് ഇപ്പോൾ കുഞ്ഞുവാവക്ക് 11 മാസമായി. അമ്മ തിരുക്കുമാരിലൂടെ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കൃപാസന മാതാവിലൂടെ അത് ഒരാളോട് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നും പോലും ഉണ്ടായിരുന്നില്ല. അമ്മ മാതാവിലൂടെ മാത്രം ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് പോലീസിലായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ട് കുറേ ബലഹീനതകളുള്ള കാരണം എനിക്ക് ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ കുറേ നേരം അടുത്ത് നിൽക്കാൻ തന്നെ എനിക്ക് പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹസ്ബൻഡിന്, ഇപ്പോൾ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, ഒരു ട്രാൻസ്ഫർ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോലീസിലാണ് ഇലക്ഷൻ ട്രാൻസ്ഫർ വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടണം. മാതാവ് അത് എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ കഴിഞ്ഞൊരു 30 ആഴ്ച ഇതുപോലെ അതിന് ഓർഡർ വന്ന് ഹൈക്കോടതി ലൈസൻസ് ഓഫീസറായിട്ട് ഹസ്ബൻഡിനെ പോസ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചു. അമ്മ മാതാവിന് ഒരു കോടി നന്ദി. അമ്മ മാതാവിലൂടെ എൻ്റെ കുടുംബത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഒരു കോടി നന്ദി പറയുന്നു. ഇതുവഴി ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് വഴിയായിട്ട് എനിക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ വൻ കരുത്തുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസത്തിലൂടെ കയറി വരാനായിട്ട് മാതാവിലൂടെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. എനിക്ക് RCC പോണ സമയത്ത്, ചെക്കപ്പിന് പോണ സമയത്ത് അവിടെ കൊണ്ടേ കൃപാസന പത്രം വാങ്ങിച്ചു കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ, അല്ലെന്നുണ്ടെങ്കിൽ വീടുകളിലാണെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ മാസം എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ ഉടമ്പടി പത്രം കൊണ്ടുപോയി കൊണ്ടുവന്നത്. പിന്നെ അലക്ഷ്യമായിട്ട് ഉടമ്പടി പത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ആവശ്യമുള്ളവർക്ക് കൂടെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് കുഞ്ഞുവാവ ജനിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പണ്ട് ഞായറാഴ്ച മാത്രം പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ലെങ്കിലും അന്ന് കുഞ്ഞുവാവ ജനിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുകൂടാതെ ബൈബിള് എല്ലാ ദിവസവും 3 അധ്യായം 4 അധ്യായം വെച്ച് എല്ലാ ദിവസവും വായിക്കുകയും മുടങ്ങാതെ വായിക്കുകയും ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ പണ്ട് ഇരുന്ന് കരയായിരുന്നു. ഇപ്പോൾ ഒരു മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ദിവ്യാരണം നടയിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം. ദിവ്യാരണം ഈശോയിലൂടെ കൃപാസന മാതാവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസത്തോട് കടന്നു വരാനായിട്ട് ഇതുവഴി സാധിച്ചു. ഇനി കുറച്ച് ഹസ്ബൻഡിന് സാക്ഷ്യം പറയാനുണ്ട്, അതൊന്ന് പറയുന്നതിന് വേണ്ടി കൈമാറുന്നു. എൻ്റെ പേര് സംഗീത് ജോബ്. ഞാൻ എറണാകുളം നിന്നാണ് വരുന്നത്. എൻ്റെ വൈഫ് പറഞ്ഞായിരുന്നു, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്, നിനക്കെൻ്റെ കൃപ മതി എന്നുള്ള ദൈവവചനം അതെൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും അർത്ഥവത്താണ്. കാരണം എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു, ബലഹീനതയുടെ കൂമ്പാരമാണ് എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കിൽ അതിന് ഈശോയ്ക്ക് സാധ്യമാണ്. അതാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. കാരണം ഇത്രയേറെ പോരായ്മകളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ ദൈവം നൽകി. ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. 2014 ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട്
അന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമല്ല. ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു. അന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് അഡോപ്ഷനല്ല, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരും, പക്ഷേ താമസമെടുക്കും, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. 2014 മുതൽ ഇന്ന് 2026 കൃപാസനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ചേർന്ന് നിൽപ്പുണ്ട്, അച്ഛനുമായിട്ട് ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയി, അതൊരു സത്യമാണ്. പക്ഷേ ഇത്രയേറെ തീച്ചൂളയിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞങ്ങളുടെ നടുവിലിരിക്കുന്ന ഈ കുഞ്ഞ്. അപ്പം അസാധ്യമായ ആ സാഹചര്യത്തിൽ ദൈവം സാധ്യമാക്കി നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാനും വൈഫും വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ നടുക്കത്ത് കട്ടിലിൽ ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ വിശ്വസിച്ചാലേ നമ്മൾ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകി സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഇവള് ജനിക്കുന്നതിന് 1 വർഷക്കാലം മുന്നേ, അതായത് പ്രഗ്നൻസി ആണെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ വൈഫും എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു ഫലമാണ്. ഞാനൊരു നീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും നമ്മുടെ അടുത്ത് വരുന്ന അവർക്ക് പരമാവധി സഹായങ്ങൾ ചെയ്യാനും ഞാൻ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ആകെയുള്ളൊരു മുതൽക്കൂട്ട്. എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നിലവിൽ ചെയ്തു പോകുന്നു. നന്ദി. യേശുവിനും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുക. ഈശോയുമായുള്ള ഒരു ആത്മബന്ധമാണ്. എൻ്റെ വാക്കുകൾ നിലനിൽക്കുക എന്ന് പറയുന്ന വചനത്തെ കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുകയും കൂടിയാണ്. ഈ മകളും മകനും പറഞ്ഞ ഈ സാക്ഷ്യത്തിൽ ഷാലുവും സംഗീതവും അവരുടെ ജീവിത സാക്ഷ്യത്തിൽ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്നാണ് ഇവർ ചോദിച്ചത്. 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഉടമ്പടിയിൽ പലപ്പോഴും നമ്മളോട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ പെടാത്ത, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ ഉടമ്പടിയിൽ വയ്ക്കുക എന്നാണ്. ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി അനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി ഒരു പുതിയ ജീവിത പദ്ധതിയാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് ഉടമ്പടിയിൽ ഓരോ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം പറയുന്നത്. ആ വചനത്തിനനുസരിച്ചാണ് ഈ മക്കളും പ്രാർത്ഥിച്ചത്. ആദ്യത്തെ സാക്ഷ്യം ക്യാൻസർ 4-ാം സ്റ്റേജിലുണ്ടായിരുന്ന ഈ സഹോദരിയാണ്. ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ 1-ാമത്തെ സാക്ഷ്യത്തിൽ ക്യാൻസറിൽ നിന്ന്, അസുഖത്തിൽ നിന്ന് സൗഖ്യം നൽകിയ ഒരു സാക്ഷ്യമായിരുന്നു. പിന്നീട് ഒരു കുഞ്ഞിനെ പറ്റി ഓർക്കാൻ പോലും എന്തായാലും അത് അസാധ്യമാണെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളും പറയുന്നത്, ഇവരും പറയുന്നത്. കാരണം അത് അസാധ്യമെന്ന് പറഞ്ഞാൽ ഒരു 4th സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റായിരുന്നു, ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. മാതാവും ഈശോയും കൂടിയാണ് സൗഖ്യം നൽകിയത്. പിന്നീട് ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നതും പിന്നീട് ഇവർ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. കാരണം എൻ്റെ വാക്ക് നിങ്ങൾ നിലനിർത്തുക ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നാണ്. 2014-ലാണ് സജീവ് പറഞ്ഞത് പ്രകാരം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഇവർ വന്ന് കാണുകയും സജീവ് ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ടാണ് ജോലി ചെയ്യണത്. തൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി എന്നാണ് ഈ സജീവ് പറഞ്ഞത് നമ്മളോട്. ജോസഫിനെ അച്ഛനെ വന്ന് കണ്ടപ്പോൾ 2014 അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ താമസിക്കും, പക്ഷെങ്കിൽ ചേർന്ന് നിൽക്കുക, എന്നോട് ചേർന്ന് നിൽക്കുക. ഈ സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഇവർ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവിടെ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണിത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാണ് ഇവർ ചേർന്ന് നിന്നോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഇവർ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുന്നത്.
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-22 വചനം പറയുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മളെ യേശുവിൽ ചേർത്ത് നിർത്താൻ പഠിപ്പിക്കുന്നത്. കൃപാസനം അമ്മയുടെ ഇടപെടൽ വഴിയാണ് നാം ഈശോയെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും അനുഭവിക്കാനും സാധിക്കുന്നത്. ഈശോയിൽ നിലനിന്നുകൊണ്ട് വചനത്തിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ചോദിച്ചപ്പോഴാണ് ഈ മക്കൾക്ക് ഇവർക്കൊരു കുഞ്ഞിനെ നൽകിയത്. ഈശോയിൽ നിലനിൽക്കുന്ന ജീവിതമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. വചനം ഉള്ളിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വാഗ്ദാന പേടകമായി മാറ്റുന്നെങ്കിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം, നമ്മൾക്ക് അത് ലഭിക്കുമെന്ന് തീർച്ചയാണ്. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ശാലു സംഗീതം നമ്മളോട് സാക്ഷ്യപ്പെടുത്തത്. നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളുണ്ടായാലും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഓരോ കാര്യങ്ങൾ ഇഷ്ടമുള്ളത് എന്തു വേണേലും ചോദിച്ചു കൊള്ളുക എന്നാണ്. ഈ മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചതും 13 വർഷം കഴിഞ്ഞാണ്. 13 വർഷത്തിന് ശേഷമാണ് ഈ കുഞ്ഞുമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്ന സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു കോംപ്ലിക്കേറ്റഡ് ടൈമായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും. അവിടെയും അമ്മയുടെ ഇടപെടൽ സാന്നിധ്യം മനസ്സിലാക്കിയത് സമുദ്രത്തിൽ ചെളിയിൽ പൊങ്ങി വരുന്ന അമ്മയാണ്. മക്കൾക്ക് ഇനിയൊന്നും ഇല്ല എന്നുള്ള ഒരു വെന്റിലേറ്ററിൽ കിടന്ന സാഹചര്യം വന്നപ്പോഴും അമ്മ ഈ മകൾക്ക് സാഹചര്യം സാന്നിധ്യവും സാമീപ്യവുമാണ് മനസ്സിലാക്കി കൊടുത്തത്. സമുദ്രത്തിൽ ചെളിയിൽ പൊങ്ങുന്ന അമ്മയെ കണ്ടപ്പോൾ ഒക്കെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് ഈ മകൾക്ക് കൊടുത്തത്. കൃപാസനം മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മാത്രം ഒരു സാക്ഷിയായിട്ടാണ് നിൽക്കുന്നതെന്നാണ് ഈ മോൾ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും എത്രയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ട് അത് പാലിക്കാനും അമ്മയെപ്പോലെ ദൈവവചനം ഉൾക്കൊണ്ട് വാഗ്ദാന പേടകമായി മാറാനും നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ശാലു സംഗീതനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് മാസത്തിലാണ്. എൻ്റെ പേര് മെർലിൻ ജോണി. മൂവാറ്റുപുഴ മാർ ഗ്രിഗോറിയസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. 2022 തൊട്ട് ഞാനൊരു നേഴ്സാണ്. 2022 തൊട്ട് വിദേശത്തോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഞാനും ഒരുമിച്ചല്ല നിൽക്കുന്നത്, രണ്ടുപേരും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ 2022 തൊട്ട് ട്രൈ ചെയ്യുക. 2023 ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉള്ള ജോലി നിർത്തി നാട്ടിലോട്ട് പോന്നു. അന്ന് എൻ്റെ ഒരു ആൻറ്റി എപ്പോഴും എന്നോട് പറയും, ഇങ്ങനെ ഉടമ്പടി എടുക്കുക, നീ കൃപാസനത്തിൽ പോ, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്തില്ല. 2022 ഞാനൊരു ഏജൻസിയിൽ കൊടുത്തു. പ്രോസസ്സിംഗ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2003 വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഏജൻസിയിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇൻ്റർവ്യൂ വരും, ടൈം എടുക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 2023 കഴിഞ്ഞു. 2024 ഒരു മാർഗ്ഗവും ഇല്ല, എനിക്ക് പോകാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്, എന്താ നീ പോവാത്തേ, ജോലി എന്താ ചെയ്യാത്തേ, നാട്ടിൽ കയറിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനിങ്ങനെ കരയുക. അന്നേരത്തിന് ഏകദേശം ആദ്യത്തെ ഉടമ്പടി തീരാറായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാനിപ്പോൾ നിൽക്കുന്ന ഏജൻസിയിൽ നിന്ന് എനിക്ക് ഒരു ഓഫറും വരുന്നില്ല, അപ്പോൾ എനിക്ക് വേറെ ഒരു ഏജൻസി അമ്മ കാണിച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് കൊന്തയൊക്കെ ചെല്ലി ഇങ്ങനെ കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് ചുമ്മാ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതോ ഒരു ഏജൻസി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആ ഏജൻസി ഇങ്ങനെ കാനഡയ്ക്ക് ഇങ്ങനെ ഓഫറുണ്ട്, നേഴ്സുമാരുടെയാണ്, കെയർ ടേക്കറിൻ്റെ പോസ്റ്റിലോട്ടാണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ല. അവർ കാനഡയ്ക്ക് പോയ കുറേ ആൾക്കാരുടെ നമ്പർ തന്നു. ഞാൻ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രോസസ്സ് ചെയ്യാം, അമ്മ കാണിച്ചു തന്നാണല്ലോ, അപ്പോൾ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കെയർ ടേക്കറിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി, സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടി, തേർഡ് ഇൻ്റർവ്യൂ ആയപ്പോഴത്തേനും ഏജൻസിന്ന് പറഞ്ഞു ആ പോസ്റ്റ് നിർത്തലാക്കി, അപ്പോൾ നീ ഒന്ന് വെയിറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കെയർ ടേക്കറിനേക്കാളും നല്ലൊരു പോസ്റ്റാണ് LPN പോസ്റ്റ്, ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സാണ്, അതിലോട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. പക്ഷെ നീ ഒരു എക്സാം ഉണ്ട്, നഴ്സുമാരുടെ ഏറ്റവും വലിയ എക്സാമാണ് NCLEX-RN, അതുപോലെ തന്നെ പാടുള്ളൊരു എക്സാമാണ് LPNകാരുടെ CPNRE എന്ന് പറഞ്ഞൊരു എക്സാം. അത് നീ പാസ്സാവണം, എന്നാലേ ലൈസൻസ് കിട്ടുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊരു കൊച്ചുണ്ട്, അപ്പോൾ പഠിക്കാനായിട്ട് അധികം സമയമൊന്നുമില്ല,
അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നീ ട്രൈ ചെയ്യുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കെയർ ടേക്കറിനേക്കാളും നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി. ഈ CPNRE എക്സാം എഴുതാനുള്ള ലൈസൻസിനുള്ള പ്രൊസീജിയർ എലിജിബിലിറ്റിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3 months എടുത്തു അത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ സെക്കൻഡ് ഉടമ്പടിയിലോട്ട് കയറിയായിരുന്നു. സെക്കൻഡ് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഞാൻ അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ചു. എക്സാം ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉപ്പും കഴിച്ചു, പിന്നെ തൈലമൊക്കെ പൂശി എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 hours എക്സാം വരുന്നത്. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, മാതാവ് രക്ഷിക്കും എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. കോൺഫിഡൻസ് ആണ് എനിക്ക് മാതാവ് രക്ഷിക്കുമെന്ന്. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഭയങ്കര വിഷമമായി. കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് വേണം ഈ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനിങ്ങനെ കണ്ടു, നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ബൈബിള് വായിക്കുക, കൊന്ത ചൊല്ലുക, അതുപോലെ തന്നെ വചനങ്ങൾ ബുക്കിൽ എഴുതുക, ഇതൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെ കണ്ടു. അപ്പം അന്ന് മുതൽ ഞാൻ തീക്ഷ്ണമായിട്ട് ഒന്നും ഞാൻ പഠിക്കാറില്ല. ബൈബിള് വായിക്കും, കുറേ വചനങ്ങൾ എഴുതും, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വചനങ്ങൾ എഴുതും. കൊന്ത ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കൊന്ത എപ്പോഴും ഒന്നും ചെല്ലാറില്ല. കൊന്ത ഫ്രീക്വൻ്റായിട്ട് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ അന്നും ഞാൻ ഇതുപോലെ തന്നെ ഉപ്പ്, മാതാവിൻ്റെ എണ്ണ എല്ലാം ഞാൻ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം 4 hours എന്നുള്ള എക്സാം ഏകദേശം ഒരു 6 hours എടുത്തു. അപ്പം കുറേ നേരം നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും നമ്മുടെ റൂമിൻ്റെ അകത്ത്. അപ്പം ഫുഡും ഒന്നും കഴിക്കുന്നില്ല. ഒരു 3 hours ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹെഡേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുവാണല്ലോ. പക്ഷേ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഏകദേശം 10 days 14 days ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പാസ്സായത്. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സാധാരണ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം എൻ്റെ ഘട്ടത്തിലോട്ട് വന്നപ്പം February 18 ഞാൻ പോകുന്ന ന്യൂഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം മാറി. നേഴ്സുമാർക്ക് ഈ പോകുന്ന രീതിയിൽ EOA സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടി നമുക്ക് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെല്ലാം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെയും ഡിലേ ആയി. ഏകദേശം ഒരു 4 monthോളം ഡിലേ ആയി പ്രോസസ്സിങ്. പള്ളിയിൽ പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ ചോദ്യമാണ്, നീ എന്താ പോകാത്തത്, നിനക്ക് പോയിക്കൂടെ, ഇതെന്താ നിങ്ങൾ ലീഗലായ രീതിയിലല്ലേ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മളെ മാനസികമായിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ നേഴ്സുമാരല്ല, എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും അറിയാം. നമ്മൾ ജോലി ഇല്ലാണ്ട് നാട്ടിലിരിക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരുപാട് നമ്മളെ താത്തി സംസാരിക്കും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയുണ്ട്, നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ നമ്മളെ താത്തി സംസാരിച്ച് ഏകദേശം ഒരു പാനിക് അറ്റാക്ക് വരുന്ന രീതിയിലോട്ടൊക്കെ പോയി തുടങ്ങി. രാത്രികളിലൊക്കെ ഉറക്കമില്ല, ചുമ്മാ ഇരുന്ന് കരയുക, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞാനിങ്ങനെ മാതാവിനോട് പറയും, അമ്മേ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റണം എന്ന് ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പ്രൊവിൻസിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ വെക്കുന്ന നടന്നു. മെഡിക്കലിൻ്റെ ടൈം ആയാലും ബയോമെട്രിക്സിൻ്റെ ടൈമിലായാലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറയാം, അമ്മേ ഞാൻ ഇതിനൊക്കെ പോകുമ്പോഴത്തേനും അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഗ്രേ കളറിൽ ഡ്രസ്സിലാണല്ലോ, അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും അതുപോലെ തന്നെ എനിക്ക് അമ്മ അവിടെ ഉണ്ടായി, എനിക്കെല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ December 12 എനിക്ക് വർക്ക് പെർമിറ്റ് അപ്രൂവായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്രൂവായി. അത് കഴിഞ്ഞതിന് ശേഷം February 3 എൻ്റെയും കുഞ്ഞിൻ്റെയും പാസ്പോർട്ട് വിസ അടിച്ചു വന്നു. February 17 എൻ്റെ ഹസ്ബൻഡിൻ്റെയും വിസ അടിച്ചു വന്നു. അങ്ങനെ ഈ March 2 ഞങ്ങൾ കാനഡയ്ക്ക് പോവുകയാണ്. എനിക്കറിയാം കാനഡയിൽ ചെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാവുമെന്ന്. പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ അതെല്ലാം തരണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
പിന്നെ പോകാനുള്ള ക്യാഷൊന്നും അങ്ങനെ റെഡി ആയിട്ടില്ലായിരുന്നു. എന്ന് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പോകാനുള്ള ഈ ക്യാഷും കാര്യങ്ങളും എല്ലാം റെഡി ആവണേ. ആദ്യമൊക്കെ ഏജൻസിക്കാർ പറയുമായിരുന്നു ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല, നീ തന്നെ പോകണമെന്ന്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു കൊച്ചാണ്, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ നാട്ടിൽ ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒന്നുകിൽ ഫാദർ അല്ലെങ്കിൽ മദർ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴും അത് പറയാമായിരുന്നു, മാതാവേ പോവുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും പോകണം, അല്ലെങ്കിൽ പോകണ്ട എന്ന രീതി തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ച് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പേപ്പർ കൊടുക്കാൻ പോവും. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് നാണമില്ലേ ഈ പേപ്പറൊക്കെ കൊടുക്കാനായിട്ട്, കുറച്ച് മോഡേണായിട്ട് ചിന്തിച്ചുകൂടെ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവർക്കിങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മാതാവിനോട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ വിസ വരുവാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, അതായത് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ എനിക്ക് വിസ വരുന്നത്. കാരണം 2023 തൊട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്തില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എന്നെ സെലക്ട് ചെയ്തല്ലോ. അത് എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ കഴിവ് തന്നെയാണ്. മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അതായത് മാർച്ച് 2 ഞാൻ കാനഡയ്ക്ക് പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ചിലവരൊക്കെ നമ്മളോട് ചോദിക്കും മെഡിസിൻ വാങ്ങിച്ചു തരാമോ, ഫുഡ് വാങ്ങിച്ചു തരാമോ. അങ്ങനെയുള്ളവർക്ക് ഫുഡും കൊടുക്കും, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ തന്നെ കുഞ്ഞ് അംഗൻവാടി പോകുന്നുണ്ട്, അവനെ നഴ്സറി വിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ചോറ് കൊടുക്കാൻ പോയപ്പോഴത്തേനും ഒരു ചേച്ചി ചോദിച്ചു ഇത് എന്തിൻ്റെ നേർച്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നേർച്ചയാണ് കൃപാസനാണോ എന്ന് അവർ ചോദിച്ചു. അപ്പം തന്നെ പുള്ളിക്കാരി ചോറ് എൻ്റെ കയ്യിലോട്ട് തിരിച്ച് ഒരു എറിഞ്ഞ് തന്നെ രീതിയിൽ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേച്ചി, മാതാവിൻ്റെ അല്ലേ, ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് മാതാവിൻ്റെ ഫുഡ്, എന്താ പ്രശ്നം? ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരി അത് എഗ്രി ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും പുള്ളിക്കാരി ഈ കൃപാസന നടയിൽ വരും, പുള്ളിക്കാരി ഇതുപോലെ സാക്ഷ്യം പറയുന്നുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാൽ ദൈവത്തിനും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ദൈവത്തിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി, മാതാവിനോട് ഉടമ്പടിയിൽ ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. പിന്നെ കുടുംബ പ്രാർത്ഥന അത് വളരെ കുറവായിരുന്നു. ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന പകുതി സമയം മുടങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി കുടുംബ പ്രാർത്ഥന ചെയ്യും. അതുപോലെ തന്നെ കൊന്ത ഞാൻ ഒരിക്കലും മുടക്കാറില്ല. പിന്നെ ഡെയിലി വചനങ്ങൾ ബുക്കിൽ എഴുതും, ബൈബിൾ വായിക്കും, സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ വചനങ്ങളും വായിക്കുക, മാർക്ക് ചെയ്യുക. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്സ്, പിന്നെ യൂട്യൂബിലെ ധ്യാനങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഹിന്ദുക്കളായ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അച്ഛനെ പറ്റിയും കൃപാസനത്തിനെ പറ്റിയും. അവർ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഉടമ്പടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാതാവിനും ദേവകുമാരനും 1000 നന്ദി. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 വചനമാണ്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്നത് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ പറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വഴിയും നമുക്ക് വ്യക്തമല്ലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന വഴികൾ ഒരുപക്ഷെ നമ്മെ വഴിതെറ്റിക്കാം. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നേരായ വഴി അവിടുന്ന് കാണിച്ചു തരുമെന്നാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്നാണ്. ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ നേരായ വഴിയാണ് ഈശോയും അമ്മയും നമുക്ക് കാണിച്ചു തരുന്നത്. വാസയോഗ്യമായ ഒരു നഗരം ഒരുപക്ഷെ ഇന്നത്തെ ആ നഗരം നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്.
അലയുന്ന ജീവിതത്തിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള ഒരു യാത്ര. പരിശുദ്ധ അമ്മയും ഈശോയെ നമ്മുടെ കരം പിടിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് സ്ഥിരതയുള്ളൊരു ജോലി, കുടുംബ പ്രശ്നങ്ങളിൽ അലയുന്നവർക്ക് സമാധാനം, സാമ്പത്തികമായി സമ്മർദ്ദത്തിൽപ്പെടുന്നവർക്ക് ഒരാശ്വാസം, ഇതൊക്കെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ കരയുന്നവരുടെ വേദന കേൾക്കുന്ന ഈശോ എല്ലാം വാസയോഗ്യമായ നഗരത്തിലേക്കാണ് നമ്മെ കൈപിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ യാത്രക്കാരൻ, കൂടെയുള്ള യാത്രി. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിക്കാനാണ് ഈശോയും അമ്മയും നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് മെർലിൻ ജോണി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഹസ്ബൻഡും മക്കളും കുടുംബവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അമ്മയോട് ഒരു വഴി കാണിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒരു പക്ഷേ വാസയോഗ്യമായ ഒരു നഗരത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഓരോ വഴികളാണ് തുറന്നു കൊടുത്തത്. ആദ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൊബൈലിൽ കാണുവാൻ ഒരു ഏജൻസിയുടെ പേര് കാണുവാനും അത് ഈശോയുടെ മമ്മിയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. പിന്നീട് കാനഡയ്ക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ പ്രോസസ്സിങ്ങിലും വളരെ ഏറെ തടസ്സങ്ങളാണ് ഈ മകൾ നേരിടേണ്ടി വന്നത്. പോസ്റ്റ് ഇട്ടത് അപ്ലൈഡ് ഫോർ ജോബ് പുതിയതായിട്ട് കെയർടേക്കറായിട്ടാണ്. പക്ഷെങ്കിൽ ഈ മോൾ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റോടെ നിർത്തിപ്പോയി. പിന്നീട് ഒരു ബെറ്റർ പോസ്റ്റിനായിട്ടാണ് LPN വന്നത്. പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തു. അത് പാസ്സാകാനായിട്ട് സാധിച്ചില്ല. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഫെയിലായി. പിന്നീടാണ് ഈ മകൾ വിചാരിച്ചു എന്തായിരിക്കാം ഫെയിലാവാൻ കാരണം. അച്ഛൻ്റെ ടോക്ക് കേട്ടു. കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയി. പിന്നീട് ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ചേഞ്ച്, സിസ്റ്റം ചേഞ്ച്, DOE പുതിയ നിയമം വന്നു. പിന്നീട് വീണ്ടും ഈ മകൾക്ക് പിന്നീട് ഒരു ബ്ലോക്കാണ്. തീരുമാനത്തിനനുസരിച്ച് പോകുവാൻ സാധിക്കാത്ത ഒരു നിമിഷം. ആ നിമിഷങ്ങളിലൊക്കെ ഈ മകൾ വിശ്വാസം കൈവിടാതെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് വന്ന ബയോമെട്രിക്കൽ എക്സാമും മെഡിക്കൽ എക്സാമും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഉടമ്പടിയിലാണല്ലോ ഈശോയും അമ്മയും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തോടെ ഈ മകൾ വീണ്ടും പുതിയ വഴികൾ ഈശോ തുറന്നു കൊടുക്കുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ശക്തിയും ധൈര്യവുമാണ് ഈ മകൾക്ക് ഉടമ്പടിയിൽ കൂടെ ലഭിച്ചത്. പിന്നീട് പെട്ടെന്നായിരുന്നു എല്ലാം. ഡിസംബർ 12 വർക്ക് പെർമിറ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ഫെബ്രുവരി 3 കുഞ്ഞിനുള്ള പാസ്പോർട്ട് വിസ കിട്ടി. ഫെബ്രുവരി 17 ഹസ്ബൻഡിനുള്ള വിസയും ലഭിച്ചു. ഈ 3 പേർക്കുമുള്ള എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയും പെട്ടെന്നാണ് നടത്തി കൊടുത്തത്. 3 വർഷത്തോളം ഈ മക്കൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ 2ാമത്തെ പുതുക്കലിലാണ് ഈ മകൾക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രയാസത്തിലും വിശ്വാസം നഷ്ടപ്പെടാതെ ഈ മകൾ ധൈര്യപൂർവ്വം ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മകൾ ഓരോ കാര്യവും മുന്നോട്ട് പ്രാർത്ഥിച്ചാണ്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓരോ കാര്യത്തിനും മുന്നോട്ട് പോയപ്പോഴും നല്ലതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ഒരു നല്ല ഒരു വഴി തുറന്നു കൊടുത്തത്. അതുതന്നെയാണ് വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടെ നിന്ന് നേർവഴിക്ക് നയിച്ചു എന്ന് പറഞ്ഞത്. ഇവർക്ക് വാസയോഗ്യമായ സ്ഥലമാണ്. ഇപ്പോൾ കാനഡയിൽ കുടുംബമായിട്ട് ഇവർ മാർച്ച് 2 പോവുകയാണ്. അത് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. കാരണം മെറിറ്റിൽ അല്ല വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഈശോയും അമ്മയെ വിശ്വസിക്കുമ്പോൾ നമുക്ക് വാസയോഗ്യമായ നഗരത്തിലേക്ക് ഈശോയും അമ്മയും നമുക്കുള്ള വഴി തുറന്നു തരും. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നഗരമായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അലച്ചിലുകളുണ്ടായാലും ദൈവവും മാതാവും നമ്മെ സുരക്ഷിതമായ സമാധാന നഗരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള വിശ്വാസം കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ നേരായ വഴിയിലൂടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മെർലിൻ ജോണിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിവിടെ വന്നത് എൻ്റെ ഈ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി പറയാനാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് വന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരിയാണ്.
തിരുവനന്തപുരം ജില്ല ആരനാട് എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും 4 ചെറുമക്കളുമുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാനിവിടെ കൃപാസനം എന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു. പലരും വരും, കൃപാസനത്തിൽ വരും, വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പത്രങ്ങൾ പലർക്കും കൊടുക്കും. അവിടെ ഞങ്ങളുടെ നടയിൽ ഒരു കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. കൃപാസനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്ഥലമാണ്. എന്ത് വിചാരിച്ചാലും നടത്തിത്തരും, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് പറയുന്നവർ പലരും പറയുന്നത് ഞാൻ കേട്ട്. എന്നാൽ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം. ആലപ്പുഴയിൽ എങ്ങനെ പോവും എനിക്കറിയില്ല, അതിനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ വലിയ കടബാധ്യതയിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ളത്. 2 മക്കളും 2 ഭവനങ്ങളിലാണ്. ഭർത്താവിന് വളരെ കടമാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ വരും, ഒരു ദിവസം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ദിവസം എനിക്ക് ബാങ്കിൽ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി അടച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു കൈയെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് വേദന എന്തെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്ന് കയറി ശരീരം മൊത്തം വേദന, പനി പോലെയും ദേഹം വിറയ്ക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ കണ്ട്. എന്തെന്ന് ഞാൻ ആ പാടെ തകർന്നു പോയി. ഇതെന്താണ്, ക്യാൻസറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീട്ടിൽ ഞാൻ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ ഫോണെടുത്ത് മോളെ വിളിച്ച്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ നെഞ്ചിലൊരു മുഴ മക്കളെ, എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരമൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, അമ്മ ഇതെന്ന് ഇന്ന് കണ്ടതാണ്, എനിക്ക് ഇന്നാണ് ഇത് വേദന തോന്നിയത്. ശരിക്കും 5-6 ദിവസം കൊണ്ട് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് ശരിക്കും വേദന തോന്നണ്. ആശുപത്രി പോകുമ്പോൾ കാരക്കുണത്തെന്ന് ചോദിച്ച്, ഇന്ന് വൈകുന്നേരം ആയില്ലേ, ഞാൻ പറഞ്ഞില്ല മക്കളെ, നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് എൻ്റെ ഭർത്താവും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും എൻ്റെ മകളെ ഭർത്താവും അവൾക്ക് 2 പെൺമക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ കാരക്കുണ ആശുപത്രി പോയി. അവിടെ പോയി കണ്ണീരൊഴുകി ഞാൻ കണ്ണീരോടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ. എൻ്റെ കൃപാസന അമ്മയെ എനിക്കറിയില്ല, അവിടെ ഏത് പള്ളിയാണ്, കൃപാസനത്തെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ട എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞാൻ തകർന്നു പോവും. അത് വരുന്ന ആ അസുഖമാണെങ്കിൽ ഞാൻ മരിക്കണേയാണ് നല്ലത്. ഞാൻ ആരോടെ പോയി ഒതുങ്ങും, ആരെന്നെ അന്വേഷിച്ചെടുക്കും എന്ന് എനിക്കറിയില്ല. ആശുപത്രി പോയി ഡോക്ടർ എന്നെ വിളിച്ച് റൂമിൽ കയറ്റി, ഒരു നേഴ്സും കൂടെ വന്ന് അവർ നോക്കിയപ്പം ചോദിച്ച്, ഇതെപ്പോഴാണ് അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ഇന്നലെ അല്ലല്ലോ, ഇത് ശരിക്കും ദിവസമായ കേസാണല്ലോ, ഇന്നലെ കണ്ടതാണ്, ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരീരം വേദന. അങ്ങനെ നോക്കി വലിയൊരു മുഴ കണ്ട് മാളെ വിളിച്ച് അങ്ങനെയാണ് ഇന്ന് വന്നത്. അയ്യോ അത് സ്കാനിങ് എടുക്കണമ്മ എന്ന് പറഞ്ഞ്. ആരുണ്ട്, മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉടനെ വേറെ എന്തൊക്കെ അസുഖമുണ്ട്, എനിക്ക് തൈറോയ്ഡ്, 10 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡിന് ഗുളിക കഴിക്കണ്. ഞാൻ ഒന്നും അതിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കാല് വേദന വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിച്ച് 10 വർഷം കൊണ്ട് 100 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സ്കാനിങ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഈ ഡോക്ടർ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞ് അവർ ഉടനെ പറഞ്ഞ് സ്കാനിങ് എടുക്കണം, തൊണ്ടയ്ക്കും എടുക്കണം, നെഞ്ചിൽ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ് ഉടനെ എന്നെ റൂമിൽ കയറ്റി. ഞാൻ റൂമിൽ എന്നെ കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെല്ലാം കൃപാസനം വേറെ വിളിയായിരുന്നു. ഞാൻ പൊട്ടി കണ്ണീരൊഴുകി കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചു പെമ്പിളേർ നേഴ്സ് പറയണ്, അമ്മയെ പേടിക്കണ്ട, പലർക്കും ഇങ്ങനെ വന്ന് പല കേസായിട്ട് ഇങ്ങനെ വരും, അതിന്നെ അസുഖമായിരിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഒരിക്കലും പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ മക്കൾ പറയും, ഡോക്ടർമാർ പറയുന്നത്, അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെന്നെ കയറ്റി. അവർ സ്കാനിങ് എടുത്തതും എൻ്റെ കയ്യിൽ ജവമാല പിടിച്ചും കൊണ്ടുള്ള കണ്ണീരൊഴികളെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ കൃപാസനമ്മേ, എന്നെ അന്വേഷിക്കാൻ ആളില്ല, ഞാനും എൻ്റെ ഭർത്താവും കടക്കാറാണ്, എൻ്റെ വസ്തു ജപ്തി കിടക്കണ്, ഒരു നിവൃത്തിയില്ല, എൻ്റെ മകൾക്കും അങ്ങനെയുള്ള ഒരു ജോലിയില്ല, ഞങ്ങളെ അന്വേഷിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഈ ക്യാൻസർ എന്നുള്ള രോഗം എനിക്കായിരിക്കല്, എനിക്കത് വേറെ എന്തെങ്കിലുമായി എനിക്കത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് അവരെന്നെ വിളിച്ച് അവർ സ്കാനിങ് എടുത്ത് ആ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഞാൻ കണ്ട ഡോക്ടർ, സർജറി ഡോക്ടർ, അവർക്ക് അപ്പോഴും പോയി. അവർ ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു. വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3ാമത്തെ സ്റ്റേജായിപ്പോയി, അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ക്യാൻസർ ആവാനാണ് ചാൻസ് എന്ന് ആ ഡോക്ടർ പറഞ്ഞ്. ആ നിമിഷം ഞാനും എൻ്റെ മകളും തകർന്നു പോയി. അപ്പോഴെൻ്റെ മകളും ഞാനും കൂടെ പുറത്ത് ഉറങ്ങിയെന്ന്. ഞാൻ വിളിക്കുന്ന എല്ലാം കൃപാസന മാതാവ്, എനിക്കറിയില്ല കൃപാസന എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജവമാലയും പിടിച്ചും കൊണ്ട് ഞാൻ കണ്ണീരൊഴുകി പിടിക്കുന്നു. 15 വർഷം കൊണ്ട് ഞാൻ ഒരു കുരിശടി കഴിവെടുക്കുകയും വിളക്ക് എത്തിക്കുകയും ലൈറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൈവിടൽ കൃപാസനമ്മ മാതാവേ എന്നുള്ള വിട്ടുവിളിയാർന്ന്. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കാൻ ഞാനും എൻ്റെ മകളും
മക്കളും. പക്ഷേ എനിക്ക് ക്യാൻസർ ആയിരിക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവർ ആ ഡോക്ടറെ കാണിച്ച് ഉടനെ മാളെ വിളിച്ചു പറഞ്ഞു ബയോപ്സി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, പൈസ ഉണ്ടോയെന്ന് ചോദിച്ച്. മാൾ പറഞ്ഞു അത് ഇപ്പം തന്നെ ചെയ്യണം, അതുകൂടെ ഞങ്ങൾക്ക് അറിയണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഉടനെ അത് കൊണ്ട് കയറിയപ്പോഴും ആ ഡോക്ടറിൻ്റെ നെഞ്ചിൽ സൃജി കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് കണ്ണീര് 2 സൈഡിലൂടെയും കണ്ണീരിൽ നിന്ന് രക്തം ഒഴുകണ്. അപ്പോഴാ ഡോക്ടർ പറയുന്നത് പേടിക്കണ്ട, ഇത് പലർക്കും ഇങ്ങനെ വരുന്നതാണ്, അതെന്താണെന്ന് പേടിക്കണ്ട, ക്യാൻസർ ആവാൻ അങ്ങനെ ഒരു ഇതല്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നതാണ് അവരും എനിക്ക് ധൈര്യം തരണത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ജവമാലയും പിടിച്ചുകൊണ്ട് ഒറ്റ വിളിയും വിളിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് രക്തം ചിന്തിക്കൊണ്ടിരുന്നു. അവർ കുത്തി ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പിറ്റേ വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങളവിടെ പോണത്, പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ അങ്ങ് ഞാൻ ഒരു രോഗിയായ അവസ്ഥയായി. പുറത്തിറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയില്ല. എൻ്റെ ഭർത്താവിനോടെയും മകളുടെയും പറഞ്ഞ് മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരുടെയും ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജവമാലയും ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3-ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോസി ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച്. മകൾ പറയണം അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്താണെന്ന് പറഞ്ഞ്. പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച്, അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ്, അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ അമ്മ ചെയ്ത അത്ഭുതത്തിനും അടയാളത്തിനും എനിക്ക് കോടാനക്കോടി നന്ദി. ഞാൻ യെശയ്യാ പ്രവാചക അധ്യായത്തിൽ ഞാൻ 45-ാം അധ്യായം 2-ാം വചനത്തിൽ ഞാൻ വായിക്കും എന്ന് നിരന്തരം എടുത്ത് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലാൽ തകർക്ക ഇരുമ്പോഴിൽ ഒടുക്കുകയും ചെയ്യുന്ന വചനത്തിൽ കൂടെ ഞാൻ ആ വചനം പ്രാബല്യത്തിലെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വസ്തു അതെനിക്കൊരു നിയോഗമായിരുന്നു, എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയേന്. എൻ്റെ കൃപാസനമ്മയ്ക്ക് ഞാൻ വന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി വന്ന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കണ്. ഞാനും എൻ്റെ മകളും കുഞ്ഞുങ്ങളും വന്ന് അവളും ഞാനോട്ടൊന്ന് ഉടമ്പടി എടുക്കണ്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വയ്ക്കുന്നു. ഒന്ന് എൻ്റെ വസ്തു 10 വർഷക്കാലമാവണം, ഞങ്ങൾ ലോൺ എടുത്തിട്ട് 8 ലക്ഷം എടുത്തോളൂ, 1.5 ലക്ഷം രൂപ അടച്ച് ഞങ്ങൾക്ക് അടയ്ക്കാൻ പിന്നെ നിവർത്തിയില്ല, ആ വസ്തു വിഴുന്നു പോയി. അവർ നിത്യവും വന്ന് ഞങ്ങളെ വീട്ടുകാരെ വന്ന് ഭീഷണിയാക്കുകയും ഞങ്ങളെ ബാങ്കുകാർ വന്ന് ജപ്തി ഒട്ടിക്കുകയും എന്നെ അനാവശ്യമായി പറഞ്ഞ് സംസാരിച്ചിട്ടേയും പോവുകയും ചെയ്യും. വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോകാത്ത സമയം കഥ പടച്ചിട്ടിരിക്കണം, ഞാൻ എൻ്റെ കഴുത്തിലൊരു നൂല് മാല കിടക്കും. ബാങ്കുകാർ തന്നെ നോക്കിയിട്ട് ഈ മാല ഞാൻ എൻ്റെ സ്ലാപ്പിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. എന്തെന്ന് ചോദിച്ചുമ്പോൾ അവർ പറയും നിങ്ങളിവിടെ നിറങ്ങേണ്ടി വരും, നിങ്ങളെ വസ്തു ഞങ്ങൾ ലേലത്തിൽ കൊടുക്കുകയാണ്, ആ ഞങ്ങളത് ലേല നോട്ടീസ് ഒട്ടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വസ്തു ക്ലോസ് ആക്കണം. ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്, ഈ വസ്തു വീഴുന്നപ്പം ഞങ്ങൾ KSFിൽ ഒരു ചിട്ടി കെട്ടി, ആ ചിട്ടി കെട്ടി 6 മാസമാകുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് എൻ്റെ പേരിനാണ് കെട്ടിയത്. ആ ചിട്ടി 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിട്ടി വീണ്. എന്നാൽ വീഴുന്നെങ്കിലും ആ ചിട്ടി ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല, അതിനുള്ള പൊറുപ്പ് കൊടുക്കണം, സഹായിക്കാൻ ആരുമില്ല. മകൻ ഒരു വിവാഹം കഴിഞ്ഞ മകൻ്റെ ഭാര്യ എനിക്ക് വസ്തു തന്നിട്ട് അവൾക്ക് മനസ്സോടെ അവൾ തന്നില്ല. ഈ വസ്തുവും പോവും ആ വസ്തുവും പോകും എന്നുള്ള ഇതിൽ അവർക്ക് മനസ്സില്ല, അവളും തന്നില്ല. തിരിച്ചങ്ങനെ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ വീട്ടിൽ. ബാങ്കുകാർ വന്ന് ഓരോ ദിവസം ഞങ്ങളെ ഈ രോഗത്തിൽ ഞങ്ങൾ ഓരോരോ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കതവ് താളുകയും കതവിലിടിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പള്ളിക്കാർക്ക് വിൽക്കും വസ്തു, ലേലം ഒട്ടിക്കും, നിങ്ങൾ ഇന്ന് ഇറങ്ങിയേ പറ്റൂ, നിങ്ങളെന്തുകൊണ്ട് നിങ്ങളെ റോഡും കരയിലെ വസ്തു എന്ത് 5 സെൻറ്റ്, പക്ഷേ ഞങ്ങളെ വസ്തു ആരും എടുക്കണില്ല. ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ പേർക്ക് ആഗ്രഹമാണ് ലേലത്തിൽ പോകാൻ വേണ്ടി. എന്നാൽ എൻ്റെ കൃപാസനമ്മ മാതാവ് എന്നെ അതിലും വിട്ടില്ല.
എനിക്കതിലും ദൈവം എന്നെ എനിക്ക് അനുവദിച്ച് എനിക്ക് അനുവാദം തന്ന എൻ്റെ മാതാവേ, കൃപാസനമ്മേ, ഞാൻ 6 നിയോഗം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ വെച്ച്. ഒന്ന് എൻ്റെ വസ്തുവിൻ്റെ നിയോഗമായിരുന്നു. അടുത്ത ഉടമ്പടിയിൽ വരുമ്പോൾ എൻ്റെ വസ്തു എനിക്ക് ലേലത്തിൽ നിന്ന് ഒഴിവാക്കി എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ചിട്ടിയിൽ നിന്നും പൈസ എടുത്ത് എനിക്ക് മറിക്കേണ്ട വഴി എനിക്ക് വാതിൽ തുറന്നേനും കൃപാസനമ്മേ എന്ന് വിളിച്ച്. അങ്ങനെ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ ബാങ്കുകാരടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി ഒരു കാരണവശാലും ഒതുങ്ങണില്ല, 17 ലക്ഷം രൂപയ്ക്ക് ആ സ്ത്രീക്ക് വേണം എന്ന് ആ പ്രസിഡൻറ്റ് എൻ്റെ കരച്ചിലുണ്ട്. അവരങ്ങനെ ഞാൻ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ചെറിയൊരു മനസ്സുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് അങ്ങേരറിയാതെ ഒരു നുള്ളെടുത്ത് ആ കസേരയുടെ അടിയിൽ തൂറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞ് 12 ലക്ഷം രൂപ ഇല്ല, 12 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒതുക്കിയെടുക്കാം. എന്നാൽ ഞങ്ങൾ ഒരു വഴിയും കണ്ടില്ല, ഇതെങ്ങനെ മറിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ചിട്ടി ഞങ്ങൾക്ക് ബാങ്കിൽ വിഴുന്ന് കിടക്കുകയാണ്, പക്ഷേ ഇതിന് പൊറുപ്പ് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങേര് പറഞ്ഞില്ല 12 ഒതുങ്ങില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പും തൂറ്റിയിട്ട് പ്രതീക്ഷ ഉറപ്പുണ്ട് എൻ്റെ കൃപാസനം എന്നെ കൈവിടില്ല എന്ന്. ഞാൻ വീട്ടിൽ വന്ന് 3-ൻ്റെ അന്ന് അവർ വിളിക്കണ്, നിങ്ങൾ ബാങ്ക് വരെ വരണമെന്ന് പറഞ്ഞു. ജോണേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണേ, ബാങ്ക് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പോയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് 14 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല, 12, അതും ഞങ്ങൾ ഇതുവരെയും പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മകളെ ഭർത്താവ് ഒരു മദ്യപാനിയല്ല, ഒരു പുകവലിയല്ല, ഒരു കൂട്ടുകെട്ടില്ല. എനിക്ക് ദൈവം അറിഞ്ഞ എൻ്റെ മകനെക്കാലം തന്നതാണ് എൻ്റെ ഒരു മരുമകനാണ്. എനിക്ക് ദൈവം നല്ല മനസ്സോടെ എനിക്ക് എളിമയോടെ ഒരു മകനെ തന്ന്. ആ മകൻ പറഞ്ഞ് അവളെ കഴുത്തി കിടക്കണ ഉരുപ്പടി എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം കൂടെ പണയം വെച്ച് ആ വസ്തുവിൻ്റെ ലോൺ തീർക്കുക. ഇനിയിപ്പോൾ അമ്മയും പപ്പയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, വയസ്സുകാലത്ത് എവിടെ പോകും, പറ്റില്ല എന്ന് പറഞ്ഞ് ആ 12 ലക്ഷം അവളെ സ്വർണവും കൊണ്ട് വെച്ച് ഈ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ 9 ലക്ഷം രൂപ KSF നിന്ന് നിങ്ങൾ പിൻവലിക്കുന്നത്. അത് മറിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ ഒരിക്കലും ഒതുങ്ങില്ല. അങ്ങേര് പറയണ ഞങ്ങൾ ഒരാഴ്ച കഴിയട്ട് ഞങ്ങളിതിലൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മകൾ പറഞ്ഞു, അതെങ്ങനെ പറ്റും, ഞാൻ എൻ്റെ അമ്മയും പപ്പയ്ക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്. എൻ്റെ കെട്ടുതാലി വെച്ചാണ് ഞാൻ ഈ കാശ് മറിച്ച് എൻ്റെ അമ്മയും പപ്പയും വിചാരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങളെങ്ങനെ പൊറുപ്പിൽ നിങ്ങൾക്ക് ഈ 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരും, പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ പൊറുപ്പ് വേണമെന്ന് പറഞ്ഞ് എവളെ സംസാരം കണ്ട് ആ പ്രസിഡൻറ്റ് ഈ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിൽ എന്തോ അങ്ങേരെ മനസ്സലിവ് തോന്നി. അങ്ങേര് പറഞ്ഞു, നിങ്ങളൊരു അപേക്ഷ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് അവളൊരു അപേക്ഷ എഴുതി 12 ലക്ഷം രൂപ ഞങ്ങളിത് അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കണം, നിങ്ങളെ ലോൺ ക്ലോസ് ആണെന്ന് പറഞ്ഞ്. ആ ക്ലോസാക്കി തന്ന എൻ്റെ കൃപാസനമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ പൊന്നോമന പുത്രനായ എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദിയാണ്. നിങ്ങൾ ചിട്ടി വീഴുന്നേ, ഇപ്പം ആ ചിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാൻ, ചിട്ടി വീഴാൻ കാരണം എൻ്റെ കൃപാസനമ്മയുടെ മാതാവിൻ്റെ വിളിയാണ്, എൻ്റെ മാതാവിൻ്റെ. ഞങ്ങളെ നടയിലും ഒരു കുരിശടിയുണ്ട്. ഞാൻ എപ്പോഴും മാതാവിന് അടുത്ത് ജീവിക്കുന്നവളാണ്. ഞാൻ ഹിന്ദുവായിരുന്ന സ്ത്രീ, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയവളാണ്. ഇന്ന് എൻ്റെ മാതാവിനെ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചെലവിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകളിതാ 2ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള പലരും കൊണ്ടുവന്ന് കുരിശടി ഇടും പോലെ ഞാൻ കൊണ്ടങ്ങനെ ഇടില്ല. ഞാൻ ആശുപത്രികളിൽ റോഡുകളിൽ ഇറങ്ങി ഞാനും എൻ്റെ ഭർത്താവും കൂടെ വണ്ടിയിൽ പോയി ഞങ്ങൾ പലർക്കും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിതരണങ്ങൾ ചെയ്യും. പൊതുച്ചോറ് ആര് വന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് തിരക്ക് കാര്യമായിരുന്നാലും എന്ത് ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിലായിരുന്നാലും ഞാൻ പൊതുച്ചോറ് മുടക്കം വരുത്തില്ല. ആര് വന്ന് ചോദിച്ചാലും ഒരു പൊതിയാണ് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ കവിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന പൊതി ഞാൻ കൊടുക്കും. എന്നെക്കൊണ്ട് ആരെ കൊണ്ട് പറ്റുന്ന സഹായമെന്ന് ആര് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ മുടക്കം വരാതെ കൊടുക്കും. കുർബാന എൻ്റെ തൊട്ട് മുറ്റത്താണ് എനിക്ക് പള്ളി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകും. ഞാൻ ജപമാല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ 5:30-ക്കുള്ള പ്രാർത്ഥന എനിക്ക് ചിലപ്പോൾ എണീക്കാൻ പറ്റാത്ത ചില സാഹചര്യമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കം വരുത്തില്ല, ബൈബിൾ മുടക്കം വരുത്തില്ല. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ, എനിക്കത് ഇന്നും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഇനിയും നിങ്ങളെല്ലാവരും കൃപാസനമേ കൈവിടാത്തവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണവർ അതിൻ്റേതായ ഭക്തിയിൽ അതിൻ്റേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നന്മ കൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ തന്ന കൃപയ്ക്കും എൻ്റെ വാക്കിനുമെല്ലാം എൻ്റെ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്.
10 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ലോണായിരുന്നു. 8 ലക്ഷം രൂപയാണ് എടുത്തത്. പക്ഷേ അത് 17 ലക്ഷമായി. ഹസ്ബൻഡിൻ്റെ രോഗമായി, ലോൺ അടയ്ക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ അത് 17 ലക്ഷമായി. കയ്യിലൊന്നുമില്ല. ജപ്തി നോട്ടീസ് വന്ന് വീടിൻ്റെ വാതിൽക്കൽ ഒട്ടിച്ചു. ഒരു പ്രതീക്ഷയുമില്ല, ഒരു വാതിലില്ല പോകാനായിട്ട്. ആ സമയത്താണ് അവിടെയും ഈശോയും അമ്മയും ഇവിടെ കരം പിടിച്ച് നയിക്കുന്നതായിട്ട് നാം കാണുന്നത്. അതാണ് പറഞ്ഞത്, യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവരുടെ ആ നിരാശപ്പെട്ട നിമിഷത്തിൽ, കണ്ണുനീരിൻ്റെ ആ സമയത്ത് ഈശോയും അമ്മയും കൂടെ നിൽക്കുകയായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഇവർ 4 ചുറ്റും ഓടിയപ്പോഴാണ് KSF-യിലെ ഒരു ചിട്ടിയിൽ, അത് വളരെ കാലമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു, അത് പെട്ടെന്ന് ചിട്ടി വീഴുകയും അവർക്ക് ആ പൈസ ലഭിക്കുകയുമായിരുന്നു. 15 ലക്ഷം ഒരു പെട്ടെന്ന് കിട്ടുകയായിരുന്നു. ഒരിക്കലും ഒരു 5 പൈസ കയ്യിലില്ലാത്ത സമയത്ത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ചിട്ടി വീണ കാശ് കിട്ടുന്നത്. അത് തന്നെ പെട്ടെന്ന് അവർക്ക് അവരുടെ ലോണിൻ്റെ അടയ്ക്കാനായിട്ട് സാധിക്കുകയും ജപ്തി നോട്ടീസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാം സഹായിച്ച് അത് അസാധ്യമായെന്ന് തോന്നിയ ഒരു നിമിഷമാണ്. കാരണം എല്ലാം കൈവിട്ട് പോയ നിമിഷം. ഇനി നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം വീടിന് ജപ്തിയായി, ലോണായി. അത് അവർ പല രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കുകയാണ്. എല്ലാം ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിമിഷത്തിൽ പെട്ടെന്നാണ് ആ ചീട്ടി വീണ് നമുക്ക് കാശ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ മക്കളുടെ കാര്യം. സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 10 വർഷം കിടന്ന ലോണാണ്, കിട്ടാത്ത പൈസയാണ്. ആ ജപ്തിക്കാർ നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് എത്ര പെട്ടെന്നാണ് ഈശോയും അമ്മയും ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടത്. ഇതാണ് പറയുന്നത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനം പറയുന്നത് പോലെ, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ, കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ കരി പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ജപ്തി നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് ആ കിട്ടാതിരുന്ന പൈസ KSF-യുടെ ചിട്ടി 15 ലക്ഷം പെട്ടെന്ന് കിട്ടുകയും അസാധ്യമായി കിടന്ന ആ സാഹചര്യം സാധ്യമാക്കി തന്ന ദൈവമാണ് കൂടെയുള്ളത്. 10 വർഷം വെറും 6 മാസത്തെ ഉടമ്പടി ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്നാണ് ഈ മക്കൾ തീഷ്ണതയോടെ വിശ്വാസത്തിൽ കൂടുതൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഇവരുടെ കണ്ണുനീര് സന്തോഷമാക്കി മാറ്റിയത്. ഈ മകൾ പറഞ്ഞത്, കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടിയിലാണ്. അച്ഛനും അമ്മയും പള്ളിയിൽ സന്തോഷത്തോടെ കൃപാസനം അമ്മയുടെ അരികിൽ വരുന്നു. ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട്, മക്കളുമുണ്ട്. ഹസ്ബൻഡും മക്കളും എല്ലാം കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വാസ കൈമാറ്റമുണ്ട്. മറ്റുള്ളവർക്കും തീഷ്ണതയോടെയാണ് ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്നത്. അതും മറ്റുള്ളവരെ അറിയാത്തവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഇവരുടെ ശ്രമം, അതും ഇവരുടെ ഒരു കുടുംബമായിട്ടാണ് ഇവർ പത്രം കൊടുക്കുകയും മറ്റുള്ളവരോട് കൂടുതൽ ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറയുകയും ചെയ്യുന്നത്. 4 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതമാണ്. 4 പ്രാവശ്യം മറ്റുള്ളവരെയും കൂടെ ഈ ആലയത്തിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ തീഷ്ണതയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കാനുള്ള ക്ഷമയും വിശ്വാസവും തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൃപയുടെ സ്രോതസ്സാണ്. ആ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മയുടെ ഇടപെടലിലൂടെ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം നമ്മളെ അനുഗ്രഹിച്ചു തരുന്നു. അമ്മയുടെ മധ്യസ്ഥം വഴിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൃഷ്ണകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്തോത്രം. യേശുവേ നന്ദി. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സേവിയർ. തൃശ്ശൂർ ജില്ലയിലെ ചിറന്നുള്ളി ഇടവകയിൽ നിന്നും ഞാൻ വരുന്നു. ഞാൻ 2023 ഏപ്രിൽ മാസത്തിൽ 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ അന്ന് TV-യിലാണ് കണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ TV-യിൽ കാണുമ്പോൾ, ഈ വിളക്ക് കത്തിയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല.
അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആളാണ് പ്രയർ ചെല്ലിരുന്നത്. അങ്ങനെ എൻ്റെ മോൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ വലിയ ഫോൺ മേടിച്ചത്. ഫോൺ മേടിക്കുന്നതിന് മുന്നേ ഞാനെന്നും പുലർച്ചെ എഴുന്നേറ്റ് 3 മണിക്ക് 2 കൊന്ത കുരിശിൻ്റെ വഴി കരുണ കൊന്ത ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കാണണ്. ആ സ്വപ്നത്തിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മടിയിൽ കിടക്കണ്. മാതാവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മാതാവ് എന്നെ, നമ്മൾ കുഞ്ഞു മക്കളെ അമ്മമാരും വയ്ക്കണമാരി എന്നെങ്ങനെ അത്രയ്ക്കും സുഖമായൊരു ചുംബനം എനിക്ക് തരുന്നു കവിളത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ മാതാവ് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല, ഇംഗ്ലീഷല്ല, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, അറബി അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ അമ്മ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ കുറേ പറഞ്ഞതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, മോള് ഇപ്പം എന്നെ നോക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ എടുത്തിട്ട് പൊന്തിക്കുകയാണ്. അതായത് നമ്മൾ അമ്മമാർ കുഞ്ഞു മക്കളെ എന്നെ മുകളിലേക്ക് എറിഞ്ഞ് കളിച്ച് പിടിക്കില്ലേ. അപ്പം അങ്ങനെ അമ്മ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ മേലെ വരെ പൊന്നിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണം. അപ്പം ഞാൻ ദൈവം ഇത് അമ്മ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ച് ഇത് മനസ്സിൽ ഞാൻ വിചാരിക്കണം. അപ്പം ഞാൻ എന്നെ കാണിച്ചു തരുന്നത് ഒരു വലിയൊരു കലം, ചരുവം മറ്റൊരു വലിയൊരു കലം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണ്. ആ കലത്തിൻ്റെ ഉള്ളിൽ ഏഷ് കളറിൽ സാരി ഉടുത്ത മാതാവും അതിന് തൊട്ടടുത്ത് നല്ലിടയൻ്റെ വടി പിടിച്ചിട്ടുള്ള കർത്താവിന് ഞാൻ കാണുന്നു. അപ്പോൾ അതുവരെ ഞാൻ മാതാവിനെ, കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സാരിയാണ് അമ്മ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓളിയിട്ട് കരഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, മാതാവ് ഏഷ് കളർ സാരി എടുത്തിട്ട് അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അന്ന് ജീവിത പങ്കാളി എനിക്ക് പറഞ്ഞു തന്നില്ല ഇത് കൃപാസനത്തിലെ മാതാവാന്ന് പറഞ്ഞു തന്നില്ല. അങ്ങനെ സ്വപ്നം കഴിഞ്ഞിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വന്നതിന് 23-ന് ഉടമ്പടി എടുക്കാൻ വന്നതിന് ശേഷം ഫോണിൽ സാക്ഷ്യങ്ങളും ഉടമ്പടി ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നം കണ്ടത് ഈ കൃപാസനത്തിലെ മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ കലവൂർ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം പണ്ട് വഞ്ചികളൊക്കെ കലത്തിൻ്റെ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കലവൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ മാതാവിനെ കാണിച്ചു തന്നത്. അപ്പോൾ ശരിക്കും കലവൂരുള്ള മാതാവിനെ തന്നെയാണ് എനിക്ക് അമ്മ കാണിച്ചു തന്നത്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ മാതാവിനോടും പറയാറുണ്ട്, എല്ലാവർക്കും നീ മഴവില്ല് കാണിച്ചു കൊടുക്കണ്ടല്ലോ, അപ്പോൾ എനിക്ക് നീ കാണിച്ചു തന്നിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പെട്ടെന്ന് നല്ല പ്രയറുള്ള ആളാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ എന്നും തുണി അലക്കിയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ഒന്നും കാണില്ല. ഒരു ദിവസം ഞാൻ അലക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മഴവില്ലല്ല, നമ്മുടെ ഉടമ്പടി ക്ലാസ്സിൽ നേരത്തെ നമ്മൾ ഈ ബൈബിളിൻ്റെ ചുറ്റും ഒരു കിരീടം മാതിരി മാതിരി ഒരു ഷെയ്ഡിൽ നമ്മൾ വെളിച്ചം കാണുന്നുണ്ട്. ഒരു മഞ്ഞ ലൈറ്റ് മാതിരി നമ്മൾ കാണാം. അത് ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇല്ല, ഉടമ്പടി ക്ലാസ് നമ്മൾ കാണുമ്പോൾ അതിൽ ശരിക്കും ആ ബൈബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ആ ഒരു വളയം കാണാം. അതേമാതിരി ഞാൻ ഒരു 10 മിനിറ്റ് അത്രയ്ക്കും പ്രകാശത്തിൽ വലിയൊരു വളയം, ഫുൾ വൃത്തല്ല, ഫുൾ ഒരു വളയായിട്ട് ഞാനത് കണ്ടു. ഞാൻ എന്നിട്ട് താഴത്ത് വന്ന് നോക്കിയപ്പോഴും അത് ഞാൻ പിന്നെയും കണ്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ എനിക്ക് പെരടി വേദനയായിട്ട് ഞാൻ ആഴ്ചയിൽ ഞാനൊരു ദൈവകൃപ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഞാൻ പെരടി വേദനയായിട്ട് ആഴ്ചയിൽ 3 ടാബ്ലറ്റെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കത് മാറില്ല, കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാനത് ടാബ്ലറ്റ് എടുക്കും. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഞാൻ പുരട്ടിയതിന് ശേഷം എനിക്കിപ്പോൾ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് തൃശ്ശൂർ വന്ന അടുത്ത ബസ്സിൽ കയറി ഞാൻ വൊമിറ്റ് ചെയ്യും. അത്രയ്ക്കും വൊമിറ്റാണ് എനിക്ക്. പിന്നെ 2 ഗുളിക കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ വേലോടത്തേക്കും പോവാറ്. അങ്ങനെ ഞാൻ ഉടമ്പടി അന്ന് ആദ്യമായിട്ട് എടുക്കാൻ വരുമ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഉടമ്പടി ഉപ്പ് ജീവിത പങ്കാളി എടുത്ത ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ട് പോന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് എത്ര ദൂരം പോയാലും എനിക്ക് വൊമിറ്റിംഗ് ഇല്ല. പിന്നെ ഞാൻ 3-ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ കേൾക്കാൻ, അല്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സോറി ടമ്മേ, എനിക്കത് പറയാനൊന്നും യോഗ്യതയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ പ്രാവശ്യമാണ് 2ാമത്തെ മോന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ദൈവകൃപ ലഭിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ബൈബിള് ഉടമ്പടി ഇടുന്നതിന് മുന്നും അങ്ങനെ പ്രയറും കാര്യമുണ്ടെങ്കിൽ ബൈബിൾ വായിക്കൽ കുറവായിരുന്നു. കാരണം ബൈബിളിൽ പുതിയ നിയമം നോക്കുമ്പോൾ ഒക്കെ അറിയണതാണ്. പിന്നെ പഴയ നിയമമാണ് കുറേ രാജാക്കന്മാരൊക്കെ അല്ല, അപ്പോൾ വായിക്കാൻ ഒരു
താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബൈബിൾ സ്ഥിരം നമുക്ക് വായിക്കണമല്ലോ. അപ്പം ഞാൻ സ്ഥിരം വായിച്ച് തുടങ്ങിയതിൻ്റെ അവിടുന്ന് ഞാൻ കണ്ണാട വെച്ചിട്ടാണ് വായിക്കാറ്. കണ്ണാട ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കണ്ണാട വെക്കണ്ട. അതെങ്ങനെ വായിച്ച് വരുന്ന വഴിക്ക് 6 വരികൾ എനിക്ക് വലിയ വലിയ അക്ഷരങ്ങളായിട്ട് എനിക്ക് തരും. അതിൻ്റെ അപ്പുറത്തും ചെറിയ അക്ഷരങ്ങളായിരിക്കും. വായിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വലുതാവണ മാതിരി അങ്ങനെ വായിച്ച് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞങ്ങളുടെ പേരാമംഗലത്ത് 33 കുട്ടികൾ എബിലിറ്റി ഇല്ലാത്ത പിള്ളേർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും അവിടെ 7:30 തുടങ്ങും അവിടെ കുട്ടികളെ കുളിപ്പിക്കൽ. അപ്പം ഞാൻ 7:30 പോയി എൻ്റെ കുർബാന മുടങ്ങും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 5:30 ഞാൻ പോയിട്ട് ആ പള്ളിയിൽ കുർബാന കണ്ടിട്ട് ആ മക്കളെ കുളിപ്പിക്കും, അവർ ടോയ്ലറ്റ് കഴുകും, അവർ ഇന്നറൊക്കെ കഴുകി വൃത്തിയാക്കി അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പോരാറ്. പിന്നെ ഞാൻ എൻ്റെ പത്രമൊക്കെ ഞാൻ കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോ റൂമിലും കയറിയിട്ട് ഞാൻ അവരുടെ സുഖവിവരം ആദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും മോൾക്ക് എന്താ ഇവിടെ ജോലിയും ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ജോലിയല്ല, ഞാൻ അങ്ങനെ കൃപാസനത്തിൽ ആലപ്പുഴയിൽ കൃപാസനം മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആ മാതാവിനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. നമ്മൾ ജീവിതം വിശുദ്ധിയായിട്ട് നമ്മൾ ജീവിച്ച മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ആത്മീയമായി കുറേ ഉന്നതി നമുക്ക് കിട്ടും എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ പത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ഈ പത്രം അവിടെ വെച്ചേക്കണം നിങ്ങൾ എന്ന് പറയും. അത് വേറൊരു കുട്ടി തന്നു പോയത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പത്രം വേറെ മേടിക്കണ്ട, ഇത് തന്നെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പിന്നെ കൊന്തെത്തിക്കാറുണ്ട്. ദിവസം കുർബാന, വിശുദ്ധ കുർബാന ഞാൻ മുടക്കില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രാത്രി കുർബാനയായാലും ഞാൻ തന്നെ പോയിട്ട് കണ്ടിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ മുഴുവൻ ഞാൻ തന്നെയായിരിക്കും പകല്. അപ്പം ഞാൻ ഏതാണ്ട് നേരമൊക്കെ ദൈവവിചാരം മാത്രമേ ഉള്ളൂ. കാരണം പള്ളിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴി ദൈവകൃപയിലേക്ക് കാണാണ്ട് ചെല്ലാൻ കിട്ടും കുരിശിൻ്റെ വഴി മുഴുവൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പള്ളി എത്തണ വരെ ഞാൻ കുരിശിൻ്റെ വഴി ഒരു 8ാം സ്ഥലം വരെ ചെല്ലി കഴിയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരെയിലുള്ള കാരണം ചിലപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി എടുക്കുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഞാൻ അത് ചെല്ലി അവസാനിപ്പിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ 1, 2 ഒന്നല്ല, നമ്മുടെ ഇവിടുന്ന് അയക്കണ എല്ലാ സാക്ഷ്യവും ഞാൻ കാണും. പിന്നെ ഉടമ്പടി ക്ലാസ് ഞാൻ 11:30 ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ലൈവ് ടുഡേന്ന് എടുത്തിട്ട് ഇവിടെ ധ്യാനം തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, തുടക്കത്തിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മക്കളുടെ ഒന്നും വിശ്വാസം കുറഞ്ഞു പോകരുത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഇവിടെ അച്ഛൻ പറയാറുണ്ട് നമ്മളോട് 60% ഉള്ളവരെ ദൈവം 100 നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള നമുക്ക് വിഷമം സന്തോഷം ദുഃഖമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും മനസ്സിലായി 30% ഉള്ളവർ എൻ്റെ വീട്ടിലുണ്ട്, അവരെ 30 കൂടി കളയല്ല ഈശോയെ എന്ന് ഞാൻ പറയാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകൻ 15:19 കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു, മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. ജെസ്സി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ 10ാമത് പുതുക്കലിൽ നിൽക്കുമ്പോൾ ആത്മീയമായ അനുഭവങ്ങളിലൂടെ അമ്മ മാതാവ് എങ്ങനെ മകളെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു, കൂടുതൽ ഉടമ്പടി സുവിശേഷത്തിൻ്റെ പ്രഘോഷകയാക്കി വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിന് മകളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ സൂചിപ്പിച്ചത് ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും അമ്മ മാതാവിൻ്റെ സാന്നിധ്യ അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. അത് മടവില്ലായും സ്വപ്നമായും സന്ദേശമായും ചിലപ്പോഴൊക്കെ പോകുന്ന വഴികളിൽ കൂടെ നടക്കുന്ന വ്യക്തിയായും പരീക്ഷകളിൽ താനെ ഉത്തരങ്ങൾ തെളിഞ്ഞു വരുന്നതായും ഒക്കെ നമ്മൾ സുഗന്ധാഭിഷേകമായും ഒക്കെ നമ്മൾ അമ്മ മാതാവിൻ്റെ വിവിധങ്ങളായ സാന്നിധ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, കൃപാസനത്തിന് വരുന്നതിന് മുമ്പ് ഒരു കലത്തിനകത്ത് ഒരു അമ്മയുടെ ആഷ് കളറിൽ വസ്ത്രം ധരിച്ച ഒരു അമ്മയുടെ ചിത്രം എനിക്ക് ദർശനത്തിൽ കിട്ടി. ഏതാണെന്നോ എവിടെയാണെന്നോ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് ഈ അമ്മ മാതാവിനെ തന്നെയാണ് കണ്ടതെന്നും ആ കലവുമായി ബന്ധമുണ്ടെന്നും ഒക്കെ മനസ്സിലായതെന്ന്. പ്രിയമുള്ളവരെ, എളിയവരെ അമ്മ മാതാവ് അമ്മയുടെ സംരക്ഷണം നൽകിയും സാന്നിധ്യാനുഭവം നൽകിയും നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. മക്കളെന്ന രീതിയിൽ ചിലപ്പോൾ നാം ചെയ്യുന്ന ബാലിശമായ പിടിവാശികൾക്ക് പോലും അമ്മ മാതാവ് തൻ്റെ സാന്നിധ്യ അനുഭവങ്ങളെ നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഒന്നേ നമുക്ക് ലക്ഷ്യമുള്ളൂ, അമ്മ തൻ്റെ മക്കളെ തന്നോട് ചേർത്ത് പിടിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി അവരുടെ ആത്മാക്കളെ ഒരുക്കിയെടുക്കുവാനാണ്.
ഉടമ്പടി എടുത്തിട്ട് നാം പരിശോധിക്കപ്പെടേണ്ട മേഖല ഏതാണ്? എത്ര കണ്ട് എൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്? എത്ര കണ്ട് എൻ്റെ ആത്മാവിൽ ദൈവസ്നേഹം നിറയുന്നുണ്ട്? എത്ര കണ്ട് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് സന്നദ്ധതയും സന്തോഷവും ധൈര്യവും വരുന്നുണ്ട്? ആ ഒരു പ്രക്രിയയും ആ ഈശോയെ സ്വന്തമാക്കുന്ന വലിയൊരു സന്തോഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതം അതത് സ്മൂത്ത് വേയിൽ, റൈറ്റ് വേയിൽ മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആ ഉടമ്പടി ജീവിതം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ ഉന്തി ജീവിക്കുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഉടമ്പടി ജീവിതം കാര്യം നേടുന്ന ദിവസം വരെയും ഉന്തി പോകുവാനുള്ളതല്ല. ഉടമ്പടി എടുത്ത ദിവസം മുതൽ എൻ്റെ കർത്താവ് എനിക്ക് സ്വന്തമാകുന്നതിന് വേണ്ടി നിരന്തരം സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതാണ്. നമുക്ക് തന്നെ പറയുവാനാവണം, ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ജീവിതമാണ് ഇപ്പോഴുള്ളത്. ഒരു കൃപയുടെ ജീവിതം, ആരോടും പരാതിയില്ലാത്ത, ഒന്നിനെക്കുറിച്ച് സങ്കടമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാത്ത, ദൈവം എൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും, ഉചിതമായ സമയത്ത് വേണ്ടതൊക്കെയും എനിക്കൊരുക്കി തരും എന്ന പ്രത്യാശയുള്ളൊരു ജീവിതം നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് കൃപ എന്നത്. അതുകൊണ്ട് കാര്യം നേടുവാൻ വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനയുടെ ജീവിതമായിട്ടല്ല, മറിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള കൂടുതൽ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതമായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് ഉടമ്പടി കുറേ കൂടി അർത്ഥമുള്ളതാവുക, ആഴമുള്ളതാവുക. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പോലും അക്ഷരങ്ങൾ വലുതായി വരുന്നു. അതൊരു പ്രത്യേകമായ കൃപ ലഭിക്കുന്നതാണ്. ദൈവവചനത്തോട് നിരന്തരമായി പുലർത്തുന്ന സ്നേഹം, അതിന് തനിക്കുള്ള കാഴ്ചക്കുറവിനെ പോലും പരിഗണിക്കാതെ അതിനുവേണ്ടി നിരന്തരം അധ്വാനിക്കുവാൻ മകൾ കൊടുക്കുന്ന ഒരു സന്നദ്ധത, അതിന് ദൈവം കൊടുക്കുന്നൊരു അനുഗ്രഹമാണ്. വായിച്ചു പോകുന്ന ഇടങ്ങളിൽ മാത്രം അക്ഷരങ്ങൾ വലുതാക്കി കൊടുത്തുകൊണ്ട് അതിനെ, ആ വായനയെ സുഗമമാക്കുക എന്നത്. മറ്റൊന്ന്, ഛർദി കാരണം വാഹനം കയറാൻ പറ്റാതിരുന്ന വ്യക്തി ആ വാഹനത്തിൽ കയറിയ ആദ്യ നിമിഷം ആ ജീവിത പങ്കാളി നൽകിയ ഉടമ്പടിയുപ്പ് നാവിൽ വെച്ചിട്ട് ഇന്ന് വരെയും കുഴപ്പമില്ലെന്ന് ഇന്ന് പ്രഭാതത്തിലൊരു സാക്ഷ്യം അപ്പിയപ്പെട്ടിട്ടുണ്ട്. മകൾ പറയും, 40 വർഷം എനിക്ക് വാഹനത്തിൽ സഞ്ചരിക്കുവാൻ പറ്റില്ല, എപ്പോൾ കയറിയാലും ഞാൻ ഛർദിക്കും, കുഴഞ്ഞു വീഴും, തലവേദന വരും. അതുകൊണ്ട് കൃപാസനത്തിന് വരുവാൻ ആഗ്രഹമുണ്ട്. ഇത്ര ദൂരമുള്ള യാത്രയോർത്തിട്ട് ഒത്തിരി തവണ ഞാനത് മാറ്റിവെച്ചു. പക്ഷേ ഞാൻ അമ്മ മാതാവ് തന്നെ എനിക്കൊരു സ്വപ്നം നൽകിക്കൊണ്ട് എന്നോട് യാത്ര പുറപ്പെടാൻ പറഞ്ഞു. ഞാൻ കൃപാസനത്തിന് വന്നു. പിന്നീട് ഇന്ന് വരെയും എനിക്ക് ഛർദി വന്നിട്ടില്ല. അതേ സാധനം, അതേ സാക്ഷ്യം ഇതാ മറ്റൊരാൾ ഇവിടെ അൾത്താരയിൽ അതേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. അതാണ് അമ്മയുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് അവിചാരിതമായി ലഭിക്കുന്നതല്ല പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളും അനുഭവങ്ങളും. അമ്മ ഒരാൾക്ക് കൊടുത്താൽ തുടരെ അതേ മേഖലയിൽ അതുപോലെ ക്ലേശിക്കുന്നവർക്ക് അത് അനുഗ്രഹം ഈശോയിൽ നിന്ന് നേടിക്കൊടുത്തുകൊണ്ട്, ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവാണ്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, എന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് പരിഹരിച്ച് അവരെ സഹായിക്കുവാൻ ഞാൻ കൂടെ നിൽക്കുമെന്ന്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരി ആത്മീയമായ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്നത്. ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ജീവിത അനുഗ്രഹ